ഹായ് ഹലോ വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് സീരീസിലെ ജൂൺ മന്തിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് വീഡിയോ ആയിട്ടാണ് ഇത് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പം ജൂൺ മാസത്തിലെ ദ മോസ്റ്റ് എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാ ഇമ്പോർട്ടൻ്റ് നിങ്ങൾക്ക് എക്സാമിന് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും എന്താണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് മാത്രമല്ല ഇതിൻ്റെ മെറ്റീരിയൽ മെറ്റീരിയൽ എന്താണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആപ്പ് ത്രൂ എന്താണ് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാട്ടോ. ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ സെക്ഷൻ ഉണ്ട് കാണും. ആ സെക്ഷനിൽ നമുക്ക് എല്ലാ മാസവും കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ജൂൺ മന്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ ആണ് ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അല്ലെ. നമുക്ക് ODI വേൾഡ് കപ്പ് അതുപോലെ T20 വേൾഡ് കപ്പ് പോലെ ഇമ്പോർട്ടൻ്റ് ആണിത് നമ്മുടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്നും പറയുന്നത് അല്ലെ. അപ്പം റീസെന്റ് ആയിട്ട് നമുക്ക് ക്രിക്കറ്റ് പ്രേമികൾക്കെല്ലാം ദോഷമായ വാർത്തയായിരുന്നു. വോൺ ബൈ സൗത്ത് ആഫ്രിക്കയാണ് റീസെന്റ് ആയിട്ട് ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വോൺ ചെയ്ത്. കാരണം ഒരുപാട് കാലങ്ങളായിട്ട് ഒരു ഇന്റർനാഷണൽ കപ്പിന് വേണ്ടി എന്താണ് അവർ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ സൗത്ത് ആഫ്രിക്ക ഈ തവണ നല്ല ഭാഗ്യം ലഭിച്ചു. വോൺ ബൈ സൗത്ത് ആഫ്രിക്ക ഫസ്റ്റ് അവരുടെ ആദ്യത്തെ ടൈറ്റിലാണ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നടന്ന ആദ്യത്തെ ടൈറ്റിലാണ് അവർക്ക് ലഭിച്ചത്. ഫസ്റ്റ് ആദ്യത്തെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആർക്കായിരുന്നു? ആദ്യത്തെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ന്യൂസിലാൻഡിനാണ് ലഭിച്ചത് അല്ലെ. ഈ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പറയുമ്പോൾ ഏകദേശം ഒരു 1-2 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ചാമ്പ്യൻഷിപ്പാണ്. അപ്പം 2023 സ്റ്റാർട്ട് ചെയ്തെങ്കിലും 2025 ആയപ്പോഴേക്കാണ് അതിന്റെ ലാസ്റ്റ് ഫൈനൽ നടക്കുന്നത്. അപ്പോൾ ആരാണ് ഓൺ ചെയ്ത്? സൗത്ത് ആഫ്രിക്ക ഓൺ ചെയ്തു. റണ്ണറപ്പ് ഓസ്ട്രേലിയ കേട്ടോ. അപ്പോൾ ചോദിക്കാം വേൾഡ് ചാമ്പ്യൻഷിപ്പ് എടുപ്പിക്കും ചോദിക്കാം. വോൺ ചെയ്ത് ആരാന്ന് മാത്രമല്ല റണ്ണർ അപ്പ് ആയത് ആരാണെന്ന് ചോദിക്കാം. റണ്ണേഴ്സ് അപ്പ് ആയത് ഓസ്ട്രേലിയ ആണത് റണ്ണേഴ്സ് അപ്പ് ആയത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റു ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ മോസ്റ്റ് റൺസ് സ്കോർ ചെയ്താരാണ്? ജോ റൂട്ട് ആണത് മോസ്റ്റ് റൺസ് സ്കോർ ചെയ്ത് 1968 റൺസ് ആണത് അദ്ദേഹം സ്കോർ ചെയ്ത് കേട്ടോ. ഈ സ്കോറും കൂടെ ജസ്റ്റ് നോട്ട് ചെയ്തു. കാരണം ചെസ് ചാമ്പ്യൻഷിപ്പ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു 2 വർഷം നീണ്ടു നിൽക്കുന്ന ചാമ്പ്യൻഷിപ്പ് ആണ്. അപ്പോൾ ഒരുപാട് റൺസ് സ്കോർ ചെയ്യും കേട്ടോ. 1968 റൺസ് ആണ് അദ്ദേഹം സ്കോർ ചെയ്ത്. അതുപോലെ മോസ്റ്റ് വിക്കറ്റ്സ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് സ്കോർ ചെയ്തതാണ് അത് പാറ്റ് കമ്മിൻസ് ആണത്. ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് ഏകദേശം 80 വിക്കറ്റ്സ് ആണത് അവര് പാറ്റ് കമ്മിൻസ് എടുത്തു കേട്ടോ. 80 വിക്കറ്റ്സ് ആണ് എടുത്തത്. അതുപോലെ ഫൈനൽ എവിടെയാണ് നടന്നത് ചോദിക്കാം. ഫൈനൽ ഹെൽഡ് അറ്റ് ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ട് ലണ്ടൻ. ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് ഇതിന്റെ ഫൈനൽ നടന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞായിരുന്നു. സ്റ്റാറ്റിക് ആയിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഫസ്റ്റ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആണ് വോൺ ചെയ്ത് അത് ന്യൂസിലൻഡ് ആണത് വോൺ ചെയ്ത്. അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. കാരണം സ്റ്റാറ്റിക് ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ വോൺ ചെയ്താരാണ്? സൗത്ത് ആഫ്രിക്ക ആണത് വോൺ ചെയ്ത് കേട്ടോ. ഒരു സ്വപ്നതുല്യമായൊരു നേട്ടമായിട്ട് അവർ കണക്കാക്കുന്നു. ചോദിക്കാം. കാരണം ക്രിക്കറ്റ് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ചോദിക്കാൻ നല്ല ഹൈ ചാൻസ് ഉള്ള ചോദ്യമാണ്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത നെക്സ്റ്റ് വീണ്ടും സ്പോർട്സുമായിട്ട് സ്പോർട്സ് നമുക്ക് ഒരിക്കലും വിട്ടുകളയാൻ പറ്റാത്തൊരു സെക്ഷനാണ്. നെക്സ്റ്റ് അടുത്താണ് 2025 ഫ്രഞ്ച് ഓപ്പൺ അല്ലെ. വീണ്ടും ഒരു സ്പോർട്സ് ഇവന്റ് ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് മെയിൻ ആയിട്ട് 4 പഠിക്കാണ്ട് ഓസ്ട്രേലിയൻ ഓപ്പൺ അതുപോലെ ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളത്. വിംബിൾട്ടൺ ഇത് 4 ആണത് ടെന്നീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന ഇവന്റുകൾ എന്ന് പറയുന്നത്. അപ്പം 2025 ഫ്രഞ്ച് ഓപ്പൺ ആരാ വോൺ ചെയ്ത്? കാർലോസ് അൽക്രാസ് ആണത് 2025 ഫ്രഞ്ച് ഓപ്പൺ വോൺ ചെയ്ത്. കാർലോസ് അൽക്രാസ് എവിടെയാണ്? സ്പെയിൻ അല്ലെ. സ്പെയിനിലെ കാർലോസ് അൽക്രാസ് ആണത് ഇത് വോൺ ചെയ്തത്. അതുപോലെ വുമൺസ് കാറ്റഗറിയിൽ വോൺ ചെയ്തിരിക്കുന്ന ആരാണ്? കൊക്കോ കൗഫ് ആണത് വുമൺസ് കാറ്റഗറിയിൽ വോൺ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഫ്രഞ്ച് ഓപ്പൺ എന്നാണ് സ്റ്റാർട്ട് ചെയ്ത് ചോദിക്കാം. ഫ്രഞ്ച് ഓപ്പൺ സ്റ്റാർട്ട് ചെയ്ത് 1891 ഫ്രഞ്ച് ഓപ്പൺ സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതിന്റെ കൂടെ എന്താ നമുക്ക് പഠിച്ചു? 1891 1891 ഫ്രഞ്ച് ഓപ്പൺ സ്റ്റാർട്ട് ചെയ്ത്. ഇത് നടക്കുന്നത് എന്ത് ടൈപ്പ് ഓഫ് കോർട്ടിലാണെന്ന് ചോദിക്കാറുണ്ട്. ഇത് ക്ലേ കോർട്ടിലാട്ടോ. ക്ലേ കോർട്ടിലാണത് ഈ ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്നത് കേട്ടോ. ക്ലേ കോർട്ടിലാണത് ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്നത്. നമുക്ക് ഹാർഡ് കോർട്ടും ഉണ്ട് ക്ലേ കോർട്ടും ഉണ്ട്. അതുപോലെ ഗ്രാസ് കോർട്ട് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്നത് എന്താണ്? ക്ലേ കോർട്ടിലാണത് ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്നത്. അതും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ 2024 ഫ്രഞ്ച് ഓപ്പൺ ആരാണ് വോൺ ചെയ്ത് ചോദിക്കും. അതും കാർലോസ് അൽക്രാസ് അതുപോലെ ഇഗാസ് സ്വിയാറ്റെക്കും ആണത് 2024 വോൺ ചെയ്ത് കേട്ടോ. 2024 ഫ്രഞ്ച് ഓപ്പൺ വോൺ ചെയ്ത് കാർലോസ് അൽക്രാസ് ആണ് മെൻസ് കാറ്റഗറിയിൽ. വുമൺസ് കാറ്റഗറിയിലാണ് ഇഗ സ്വിയാറ്റെക് വുമൺസ് കാറ്റഗറിയിൽ വോൺ ചെയ്ത്. അപ്പോൾ ഇത് രണ്ടും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു പോകുക. കാരണം 2025 മാത്രമല്ല മേ ബി ഞാനൊരു പാസ്റ്റ് 1 ഇയർ ഒക്കെ ചോദിച്ചാൽ 2024 മേ ബി ചോദിക്കുക. അതുകൊണ്ടാണ് 2024 വോൺ ചെയ്തും കൂടെ നിങ്ങളൊന്ന് നോക്കി വെക്കാൻ പറയാം. അപ്പോൾ 2025 വരെയാണ് കാർലോസ് അൽക്രാസും കൊക്കോ കൗഫും ആണ്. 2024 ഒന്ന് പഠിച്ചു വെക്കുക. അതുപോലെ ക്ലേ കോർട്ടാണ് കളിക്കുന്നത്. 1891 ഫ്രഞ്ച് ഓപ്പൺ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എക്സ്ട്രാ ഫാക്ട്സ് കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത് ചെനാബ് റെയിൽ ബ്രിഡ്ജ്. വേൾഡ്സ് ഹയസ്റ്റ് റെയിൽ ആർക്ക് ബ്രിഡ്ജ് ഇനാഗുറേറ്റഡ് ബൈ PM മോദി. ചെനാബ് റെയിൽവേ ബ്രിഡ്ജ് എവിടെയാണ്? അത്
ജമ്മു ആൻഡ് കാശ്മീർ അല്ലേ, ജമ്മു ആൻഡ് കാശ്മീരിലെ റിയാസി ഡിസ്ട്രിക്റ്റിലാണെന്ത് ഈ ചെനാബ് റെയിൽ ബ്രിഡ്ജ്, റിയാസി ഡിസ്ട്രിക്ട്. റിയാസി ഡിസ്ട്രിക്ട് ജമ്മു ആൻഡ് കാശ്മീരിലെ റിയാസി ഡിസ്ട്രിക്റ്റിലാണിത് ഈ ചെനാബ് റെയിൽ ബ്രിഡ്ജ് ഉള്ളത്. അത് നോക്കി നമ്മൾ പ്രത്യേകമായിട്ടുണ്ട് വേൾഡ്സ് ഹയസ്റ്റ് അല്ലേ, വേൾഡ്സ് ഹയസ്റ്റ് റെയിൽ ബ്രിഡ്ജ് ആണ്. അപ്പോൾ അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് വേൾഡ്സ് ഹയസ്റ്റ്, ലാർജസ്റ്റ്, അതുപോലെ ഫസ്റ്റ്, അതൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് അത്? ചെനാബ്. ഓക്കെ, ചെനാബ് റിവറിന്റെ തീരത്ത് ചെനാബ് റെയിൽ ബ്രിഡ്ജ് എന്ന് അറിയപ്പെടുന്നത്. ഏകദേശം 359 മീറ്റർ ആണത് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. 359 മീറ്റർ ആണത് ഇതിന്റെ ഹൈറ്റ്. അപ്പോൾ ആ ഹൈറ്റ് കൂടെ നോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, 359. അതുപോലെ എത്ര കോടി രൂപയാണെന്ന് ചോദിക്കാം. ഏകദേശം 46,000 കേട്ടോ, 46,000 കോടി രൂപയാണിത് ഇതിന്റെ ഒരു എസ്റ്റിമേറ്റഡ്. ഓക്കെ, പ്രൊജക്ടിന്റെ എസ്റ്റിമേറ്റഡ് വെച്ചാൽ 46,000 കോടിയാണിത് CR. ഓക്കെ, 46,000 കോടിയാണിത് ഇതിന്റെ ഒരു പ്രൊജക്ടിന്റെ ഒരു ഓവറോൾ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നോട്ട് ചെയ്ത് ഇനാഗ്രേറ്റ് ചെയ്തതാണ് ഇനാഗ്രേറ്റഡ് ബൈ PM മോദി. ഓക്കെ, PM മോദിയാണിത് ഇത് ഇനാഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ ഏത് റിവറിന്റെ തീരത്താണ്? പേര് തന്നെ ഉണ്ടല്ലേ, റിവറിന്റെ തീരത്താണ്. ഏത് ഡിസ്ട്രിക്റ്റിലാണെന്ന് പ്രസ് ചെയ്ത് നോക്കി വെക്കുക. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങളൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. അപ്പോൾ റിയാസി ഡിസ്ട്രിക്റ്റിൽ എന്നൊക്കെ പറഞ്ഞ് സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാം, അതുകൊണ്ടാണ് എക്സ്ട്രാ ഫാക്ട്സ് പറയുന്നത്. അതുപോലെ ഹൈറ്റ് ഇത്രയും ചോദിക്കാം, 359 മീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ഇൻഡെക്സുകൾ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. റാങ്കിങ്സ് എപ്പോഴും നമ്മൾ എല്ലാ മാസത്തെ കറണ്ട് അഫയേഴ്സും എന്തെങ്കിലും ഒരു ഇൻഡെക്സ് നമ്മൾ എപ്പോഴും ഉൾപ്പെടുത്താറുണ്ട്, കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കേട്ടോ. ഓക്കെ, UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇതിനകത്ത് ടോപ്പ് ആയത് ആരാന്ന് വെച്ചാൽ അത് ഫിൻലൻഡ് ആണ്. ഓക്കെ, ഫിൻലൻഡ് ആണ് ഇതിനകത്ത് ടോപ്പ്. ഓക്കെ, ഫിൻലൻഡ് ആണ് ഇതിനകത്ത് ടോപ്പ് ആയത്. അതുപോലെ ഇന്ത്യയുടെ റാങ്ക്, രണ്ട് കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. എന്താണ്? ഒന്ന്, ടോപ്പ് ആയത് ആരാണ്, രണ്ട്, ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് കേട്ടോ. ഇന്ത്യയുടെ റാങ്ക് 99 99 ആണിത് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്, 99. അതുപോലെ ടോപ്പ് ആയത് ഫിൻലൻഡ്. എപ്പോഴും ആലോചിക്കുക, ഫിൻലൻഡ്, സ്വീഡൻ തുടങ്ങിയ സ്വീഡൻ, ഓക്കെ, അതുപോലെ ഐസ്ലാൻഡ്, ഇതൊക്കെ ആയിരിക്കും എപ്പോഴും ഒരു ടോപ്പിൽ കാണപ്പെടുന്നത്. എല്ലാ ഇൻഡെക്സിലും ടോപ്പിൽ കാണപ്പെടുന്നത് ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ ആയിരിക്കും. അത് മാത്രമല്ല, കൂടാണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇന്ത്യയുടെ റാങ്ക് തന്നെയാണ്, കാരണം അതാണത് കൂടുതൽ തവണ ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 99 ആണത് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. അടുത്ത എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2025, അതിലും ടോപ്പ് ആയത് നോക്കിയേ, സ്വീഡൻ ആണത് ടോപ്പ് ആയത് കേട്ടോ. എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് ടോപ്പ് ആയത് സ്വീഡൻ ആണ്. ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഇന്ത്യയുടെ റാങ്ക് 71 ആണത് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. ഇനി ഈ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് ആരാണ് റിലീസ് ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. അത് വേൾഡ് എക്കണോമിക് ഫോറം ആണത്. ഇത് വേൾഡ് എക്കണോമിക് ഫോറം. ഓക്കെ, WEF. ഓക്കെ, വേൾഡ് എക്കണോമിക് ഫോറം ആണത് ഇത് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ചോദിക്കാം കേട്ടോ, ആരാണ് ഈ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്? അത് വേൾഡ് എക്കണോമിക് ഫോറം ആണ്. അതുപോലെ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 71 ആണ്. അതുപോലെ UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ ഇന്ത്യയുടെ റാങ്ക് 99 ആണ്, 99 ആണ്. ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു ടോപ്പും അതുപോലെ ഇന്ത്യയുടെ റാങ്ക്, ഈ രണ്ട് കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റ് ആണ് പഠിക്കുക. അടുത്താണ് IIT ഡൽഹി ടോപ്പ് ഇൻ ദ QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് 2026. അതായത് ഇന്ത്യ കേട്ടോ, ഇന്ത്യയുടെ കാര്യം പറയുന്നത്. ഇന്ത്യയിൽ ഈ QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സിൽ ഏറ്റവും ടോപ്പായി മാറിയത് ഡൽഹിയാണ്. ഗ്ലോബലി അല്ല, ഗ്ലോബലി നോക്കുമ്പോഴേക്കും ഡൽഹിക്ക് 123ാമത്തെ റാങ്കാണ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, 1, 2, 3 123ാമത്തെ റാങ്കാണിത് IIT ഡൽഹിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി സെക്കൻഡ് ഒന്ന് നോക്കാം. സെക്കൻഡ് വന്നത് IIT ബോംബെ ആണ്. സെക്കൻഡ് IIT ബോംബെ ആണ്. 129ാം റാങ്കാണിത് IIT ബോംബെക്കുള്ളത്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് പഠിക്കുക. ഇനി ഗ്ലോബലി ഈ QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സിൽ ആരാണെന്ന് വെച്ചാൽ അത് MIT, US MIT ആണെന്ത് ഇത് ടോപ്പായി മാറിയത്. അത് ഗ്ലോബലി, ഓക്കെ, ലോകത്ത് മൊത്തം നോക്കുവാണെങ്കിൽ MIT ആണെന്ത് ഗ്ലോബലി ടോപ്പായിട്ട്. പക്ഷെ ചോദിക്കാൻ കൂടുതൽ സാധ്യത ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ ടോപ്പ് ആയത് QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് ടോപ്പ് ആയത് ആരാണെന്ന് ചോദിക്കും. അത് IIT ഡൽഹിയാണ്. സെക്കൻഡ് വന്നിരിക്കുന്നതാണ് IIT ബോംബെ. അപ്പോൾ ഇവരുടെ റാങ്കിങ് പഠിച്ചു നോക്കുക. 1, 2, 3 ഡൽഹി, IIT ഡൽഹി 1, 2, 3 ആണ്. IIT ബോംബെ എത്രയാണ്? 1, 2, 9 ആണ്. ഓക്കെ, അടുത്ത ഒരു ബുക്കാണ്. ഓക്കെ, ബുക്ക് റിലീസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ബുക്സ് കറണ്ട് അഫയേഴ്സ് ചോദിക്കാറുണ്ട് കേട്ടോ. അത് നമുക്ക് നോക്കാം. വുമൺ, ലൈഫ്, ഫ്രീഡം, എക്കോസ് ഓഫ് എ റവല്യൂഷണറി അപ്രൈസിംഗ് ഇൻ ഇറാൻ. ഓക്കെ, എഴുതിയിരിക്കുന്നത് ചൗര മക്കാരമി ആണത് ഇത് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ബുക്ക് ഞാൻ പറഞ്ഞല്ലോ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് ബുക്സ് ആൻഡ് അവേഴ്സ് ഒക്കെ ചോദിക്കാം, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ബുക്സ് ആൻഡ് അവേഴ്സ് ഒക്കെ. ബുക്സ് ആൻഡ് അവേഴ്സ് സെക്ഷനിൽ ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണിത്. ഈ വുമൺ, ലൈഫ്, ഫ്രീഡം, എക്കോസ് ഓഫ് എ റവല്യൂഷണറി അപ്രൈസിംഗ് ഇൻ ഇറാൻ എന്ന് പറയുന്ന ബുക്കാണിത്. എഴുതിയ ആളുടെ പേര് നോക്കുക, ചൗര മക്കാരമി ആണിത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക.
അടുത്ത വീണ്ടും സ്പോർട്സുമായി ബന്ധപ്പെട്ടാണ് ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പ് 2025. ഓക്കെ, വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റ് ആണ് ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് 2025. ഓക്കെ, മെൻസ് വോൺ ചെയ്ത ആരാണ്, വുമൺസ് വോൺ ചെയ്ത ആരാണ്, എവിടെ വെച്ചാണ് നടന്നത്? 3 കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, 3ഉം ചോദിക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാം. മെൻസ് ആരാണ്? മെൻസ് തമിഴ്നാട് ആണെന്ത് വോൺ ചെയ്തത് ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പ് ആട്ടോ. ഇപ്പൊ ഹോക്കി കൂടി ഒരുപാട് ഉണ്ട്, അപ്പൊ നിങ്ങൾ നോക്കി വെക്കുക. മാസ്റ്റേഴ്സ് കപ്പ് പ്രത്യേകം നോട്ടി വെക്കുക. വോൺ ചെയ്ത് മെൻസ് തമിഴ്നാടാണ് വോൺ ചെയ്ത്. വുമൺസ് വോൺ ചെയ്ത് ഒഡീഷയാണ്. ഓക്കെ, മെൻസ് തമിഴ്നാടും വുമൺസ് ഒഡീഷയും. നടന്നത് എവിടെയെന്ന് വെച്ചാൽ ചെന്നൈയിലാണിത് ഇത് നടന്നത്. ഓക്കെ, ഹെൽഡ് അറ്റ് ചെന്നൈയിലാണ്, ചെന്നൈ സിറ്റിയിലാണിത് ഇത് നടന്നത്. മെൻസ് തമിഴ്നാടും അതുപോലെ വുമൺസ് ഒഡീഷയാണ് വോൺ ചെയ്തത് കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് വീണ്ടും സ്പോർട്സ് ആണ്. പോർച്ചുഗൽ ഹാസ് വോൺ ദ 2025 UEFA നേഷൻസ് ലീഗ് ഫൈനൽസ്. ഓക്കെ, വീണ്ടും സ്പോർട്സ് ഇവന്റ് ആണ്. പോർച്ചുഗലിന്റെ സെക്കൻഡ് ടൈറ്റിൽ ആട്ടോ, പോർച്ചുഗലിന്റെ 2ാമത്തെ ടൈറ്റിലാണിത്. ഓക്കെ, പോർച്ചുഗലിന്റെ സെക്കൻഡ് 2ാമത്തെ ടൈറ്റിലാണിത് ഇത് എന്ന് പറയുന്നത്. അതുപോലെ റണ്ണറപ്പ് ആയത് ആരാന്ന് ചോദിക്കാം. റണ്ണറപ്പ് ആയത് സ്പെയിൻ ആണിത് ഇതിലെ റണ്ണറപ്പ് ആയത്. അതുപോലെ ബെസ്റ്റ് പ്ലെയർ ആരാണ് ചോദിക്കുക കേട്ടോ. ബെസ്റ്റ് പ്ലെയർ ന്യൂനോ മെൻഡിസ് ആണിത് ബെസ്റ്റ് പ്ലെയർ ആയിട്ട് മാറിയത്. ഓക്കെ, ന്യൂനോ മെൻഡിസ് ആണ് ഇന്നത്തെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് മാറിയത്. അപ്പൊ അതും കൂടെ ഒന്ന് പഠിച്ചു നോക്കാം കേട്ടോ. ന്യൂനോ മെൻഡിസ് ബെസ്റ്റ് പ്ലെയർ. അതുപോലെ പോർച്ചുഗലിന്റെ സെക്കൻഡ് ടൈറ്റിലാണ്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആണ്, ഈ UEFA ചാമ്പ്യൻഷിപ്പ് നടന്നത്, അല്ലെങ്കിൽ നാഷണൽസ് ലീഗ് നടന്നത് എവിടെയെന്ന് വെച്ചാൽ അത് ജർമ്മനിലാണിത് ഇത് നടന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഹോസ്റ്റ് ചെയ്ത കൺട്രി. അതുപോലെ ആരാണ് അത് വിൻ ചെയ്ത് വോൺ ചെയ്ത്, അതുപോലെ റണ്ണറപ്പ് ആയത് ആരാണ്, പിന്നെ ബെസ്റ്റ് പ്ലെയേഴ്സ്. ഓക്കെ, ഏറ്റവും മേജർ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ് ഈ കാണുന്നതല്ല. ഓക്കെ, ഇപ്പം സ്പെയിൻ ആണ് റണ്ണറപ്പ് ആയത്, നടന്നത് ജർമ്മനി വെച്ചാണ്. ബെസ്റ്റ് പ്ലെയർ ആയത് ന്യൂനോ മെൻഡിസ് ആണ് ദ ബെസ്റ്റ് പ്ലെയർ എന്ന് പറയുന്നു. അടുത്ത് നോക്കാം. മാഗ്നസ് കാൾസൺ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മാഗ്നസ് കാൾസൺ ഹാസ് വോൺ ദ നോർവേ ചെസ് 2025. ഓക്കെ, നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ് 2025 വോൺ ചെയ്ത് അത് മാഗ്നസ് കാൾസൺ ആണ്. ഓക്കെ, ഇനി ചോദിക്കാം സെക്കൻഡ്. ഓക്കെ, ആർക്ക് കിട്ടിയെന്ന് ചോദിക്കാം. സെക്കൻഡ് ഫാബിയാനോ ആണ്. ഓക്കെ, സെക്കൻഡ് ഫാബിയാനോ. അതുപോലെ തേർഡ് ആണത് നമ്മുടെ ഗുഗേഷ് ലഭിച്ചു കേട്ടോ. ഗുഗേഷ്. അപ്പം ഇന്ത്യക്കാരനായതുകൊണ്ട് ഗുഗേഷിന്റെ ചോദ്യം ചോദിക്കാനും കുറച്ച് സാധ്യതയുണ്ട്. കാരണം ഗുഗേഷ് എത്രാമത്തെ റാങ്കിങ്ങിലാണ് വന്നതെന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അതായത് നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ ഇന്ത്യക്കാരൻ ഗുഗേഷിന് എത്രാമത്തെ റാങ്ക് അല്ലെങ്കിൽ എത്രാമത്തെ പൊസിഷനാണ് ലഭിച്ചതെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പം ഗുഗേഷ് തേർഡ് റാങ്ക് കിട്ടിയത് ഗുഗേഷിനാണ്. ഇനി വുമൺസ് നോക്കാം. വുമൺസ് ആണെങ്കിലും നമുക്ക് ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, വുമൺസ് ലഭിച്ചത് അന്ന. ഓക്കെ, അന്ന മുസുചുക് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ്. ഓക്കെ, പ്രൊണൗൺസിയേഷൻ നിങ്ങളുടെ രീതിയിൽ വായിക്കാം കേട്ടോ. ഓക്കെ, അന്ന മുസുചുക് എന്ന് പറയുന്ന വ്യക്തിയാണിത് വുമൺസിന്റെ നോർവേ ചെസ് 2025 വോൺ ചെയ്ത്. അപ്പോൾ ഇതും കൂടെ എന്താണ് എൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ടൊന്ന് ആഡ് ചെയ്യാം. പക്ഷേ കൂടുതലും ചോദിക്കുന്ന മെൻസിന്റെ ആട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അന്ന മുസുചുക് ആണ് വുമൺസ് വോൺ ചെയ്ത്. അപ്പോൾ അതും കൂടെ ഇതിന്റെ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് ഭദ്രേഷ് ദാസ് സ്വാമി ഹാസ് ബീൻ ഹോണർഡ് വിത്ത് സരസ്വതി സമ്മാൻ 2024 ഫോർ സ്വാമി നാരായണ സിദ്ധാന്ത സുധ. ഓക്കെ, സരസ്വതി സമ്മാൻ ലിറ്ററേച്ചർ അവാർഡാണ്. അപ്പോൾ 2024 എടുക്കുമ്പോൾ അത് കൊടുക്കുന്നത് 2025 2024 കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2025 2024 പക്ഷെ കൊടുത്തത് 2025 അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഭദ്രേഷ് ദാസ് സ്വാമിയാണിത് ഈ സരസ്വതി സമ്മാൻ 2024 അർഹനായത്. അതുപോലെ ഏത് ബുക്കിനാണെന്ന് ചോദിക്കാം. അത് സ്വാമി നാരായണ സിദ്ധാന്ത സുധ എന്ന് പറയുന്ന ബുക്കിനാണിത് അദ്ദേഹം അർഹനായിട്ടുള്ള കേട്ടോ. ഓക്കെ, അപ്പം ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിരന്തരം ചോദിക്കാറുള്ള ചോദ്യമാണ്. അടുത്ത് ഓക്കെ, ജാൻവി ദഗേതി ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ ടു കംപ്ലീറ്റ് നാസാസ് ഇന്റർനാഷണൽ എയർ ആൻഡ് സ്പേസ് പ്രോഗ്രാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഫസ്റ്റ്, ഗ്രേറ്റസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ജാൻവി ദഗേതി ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ ടു കംപ്ലീറ്റ് നാസാസ് ഇന്റർനാഷണൽ എയർ ആൻഡ് സ്പേസ് പ്രോഗ്രാം. ഇത് എന്നാണ് ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചത് വെച്ചാൽ ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് 2029 കേട്ടോ. 2029 ഇത് ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതും കൂടെ നോക്കാം കേട്ടോ.
ഇന്റർനാഷണൽ എയർ ആൻഡ് സ്പേസ് പ്രോഗ്രാം ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് 2029 കൂടെ ഒന്ന് പഠിച്ചു നോക്കുക. ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്, ചോദിക്കാൻ ഹൈ ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്ത് 2025 നാറ്റോ സബ്മിറ്റ്, മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഇവന്റ് ആണ് അല്ലെ. ഹെൽഡ് ഇൻ ദ ഹേഗ്, നെതർലാൻഡ്സിലെ ഹേഗിലാണിത് ഈ 2025 നാറ്റോ സബ്മിറ്റ് നടന്നത്. എന്താണ് നാറ്റോ? നാറ്റോ എന്ന് വെച്ചാൽ വേൾഡ്സ് ലാർജസ്റ്റ് മിലിറ്ററി അലയൻസ് അല്ലേ. നാറ്റോ നമുക്ക് കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം, വെറുതെ ഞാൻ പറഞ്ഞില്ല അത് മാത്രം പഠിച്ചു പോകാണ്ട് എക്സ്ട്രാ കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള പോയിന്റ്സ് കൂടെ നമുക്ക് പഠിച്ചു പോകാം. നാറ്റോ വേൾഡിലെ തന്നെ ലാർജസ്റ്റ് മിലിറ്ററി അലയൻസ് ആണ് നാറ്റോ എന്ന് പറയുന്നത്. ഫോംഡ് ഇൻ 1949 ഇത് ഫോം ചെയ്തത്. അതുപോലെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് ബ്രുസൽസ്, ബെൽജിയത്തിലെ ബ്രുസൽസിലാണിത് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. നിലവിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? അത് ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് കേട്ടോ. കാരണം ഈ റീസെന്റ് ആയിട്ട് നടന്ന, നേരത്തെ 30 മെമ്പേഴ്സ് ഉള്ളായിരുന്നു, കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ ആയിട്ട് എന്താണ് 2 മെമ്പേഴ്സിനും കൂടെ എന്താണ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആഡ് ചെയ്ത് ചോദിക്കാറുണ്ട്. ടോട്ടൽ 32 മെമ്പേഴ്സ് ആണിത് നിലവിൽ നാറ്റോയിലുള്ളത്. അവസാനമായിട്ട് ആഡ് ചെയ്തത് ഏതൊക്കെ രാജ്യങ്ങളെയാണെന്ന് ചോദിക്കാം. ഓക്കെ, ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തത് സ്വീഡൻ ആൻഡ് ഫിൻലാൻഡ് ആണ്. അതായത് 31ാമത്തെ മെമ്പറായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് സ്വീഡനെയും 32ാമത്തെ മെമ്പറായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ആരാണ്? അത് ഫിൻലാൻഡിനെയാണ്. അപ്പൊ ഇത് ചോദിക്കാം കേട്ടോ. ലാസ്റ്റ് റീസെന്റ് ആയിട്ട് ആഡ് ചെയ്തത് ഏത് രാജ്യത്തിലാണെന്ന് ചോദിക്കാം. അത് റീസെന്റ് ആയിട്ട് ആഡ് ചെയ്തത് ഫിൻലാൻഡിലാണ്. അതുപോലെ അതിന് തൊട്ട് മുമ്പ് ആഡ് ചെയ്തത് സ്വീഡനാണ്. ടോട്ടൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? ടോട്ടൽ 32 മെമ്പേഴ്സ് ആണ് ഉള്ളത്. അതുപോലെ 2025 നാറ്റോ സമ്മിറ്റ് നടന്ന എവിടെയാണ്? അത് നെതർലൻഡ്സിലെ ഹേഗിലാണിത് 2025 നാറ്റോ സമ്മിറ്റ് നടന്നതെന്നും പഠിച്ചു വെക്കുക. ഇതുപോലെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഹെഡ് ക്വാർട്ടേഴ്സും എവിടെയാണെന്നാണ് ഫോം ചെയ്തതെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്താണ് ശിഖർ ധവാൻ. ഓക്കെ, അദ്ദേഹത്തിന്റെ പുതിയൊരു ബയോഗ്രഫി ബുക്കാണ് ദ വൺ ക്രിക്കറ്റ് മൈ ലൈഫ് ആൻഡ് മോർ. അപ്പോൾ ചോദിക്കാം, നമ്മൾ സാധാരണ യുവരാജ് സിംഗിന്റെ, സച്ചിന്റെയും കപിൽ ദേവിന്റെ ഒക്കെ പഠിക്കണം. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ബുക്കായിട്ട് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ദ വൺ ക്രിക്കറ്റ് മൈ ലൈഫ് ആൻഡ് മോർ. ഓക്കെ, ആരെഴുതിയ ബുക്കാണ്? അത് നമ്മുടെ ഫോമർ ഇന്ത്യൻ ക്രിക്കറ്ററായ ശിഖർ ധവാന്റെ ബുക്കാണ് കേട്ടോ. ശിഖർ ധവാന്റെ ബുക്കാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. കാരണം ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ശിഖർ ധവാനൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ഫെയിമുള്ള ക്രിക്കറ്റ് ഫെയിമുള്ള ഫോമർ ഇന്ത്യൻ ക്രിക്കറ്ററാണ്, അതുകൊണ്ട് ചോദിക്കാം കേട്ടോ. അടുത്ത് ചന്ദ്രകാസൻ became the first Indian born provost of MIT. അതായത് ഒരു ഹൈ റാങ്കിലുള്ള അക്കാഡമിക് അഡ്മിനിസ്ട്രേറ്റർ ആണ് ഈ ഫസ്റ്റ് ഇന്ത്യൻ ബോൺ പ്രൊവോസ്റ്റ് ഓഫ് MIT എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഒരു high ranking academic ഇൻസ്ട്രക്ടർ ആണെന്ത് നമ്മൾ ഈ പ്രൊവോസ്റ്റ് ഓഫ് MIT എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ഇന്ത്യൻ ആണ്, ഫസ്റ്റ് ഇന്ത്യൻ. അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ചന്ദ്രകാസൻ become the ഫസ്റ്റ് ഇന്ത്യൻ ബോൺ പ്രൊവോസ്റ്റ് ഓഫ് MIT. ഓക്കെ, നമ്മൾ നേരത്തെ ഗ്ലോബൽ റാങ്കിലെ MIT കണ്ടില്ല, ആ MIT തന്നെയാണ് ഈ MIT. ഒന്ന് പഠിച്ചു നോക്കാം കേട്ടോ. അടുത്ത ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്, വീണ്ടും ഇൻഡെക്സുകളാണ്. ഓക്കെ, ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2025 ടോപ്പ് ആയത് ഐസ്ലൻഡ് ആട്ടോ. ടോപ്പ് ഐസ്ലൻഡ്. അപ്പോൾ സ്വീഡൻ, ഫിൻലാൻഡ്, ഐസ്ലൻഡ് ഞാൻ പറഞ്ഞില്ല ആ റീജിയനിലാണെന്ന് എപ്പോഴും ടോപ്പ് വരെ ഉള്ളൂ. ഓക്കെ, ടോപ്പ് ആയത് ഐസ്ലൻഡിലാണ്. അതുപോലെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഇന്ത്യയുടെ റാങ്ക് 131 131. ഇന്ത്യ റാങ്ക് 131. അതുപോലെ 2024 ഇന്ത്യയുടെ റാങ്ക് എത്ര ചോദിക്കും? അത് 129. തമ്മിൽ മാറിപ്പോരുതേ, അതുകൊണ്ടാണ് സ്പെഷ്യലായിട്ട് എടുത്ത് പറയുന്നത്. 2024 129 ആയിരുന്നു ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. 2025 എന്താണ്? 131 ഈ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക്. അതുപോലെ ഇതും റിലീസ് ചെയ്യുന്ന ആരെന്ന് വെച്ചാൽ അത് വേൾഡ് എക്കണോമിക് ഫോറം. വേൾഡ് എക്കണോമിക് ഫോറം ആണത് ഇതും റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ചോദിക്കുക. കാരണം ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്, നേരത്തെ നമ്മൾ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് ഇതൊക്കെ റിലീസ് ചെയ്യുന്നത് WF വേൾഡ് എക്കണോമിക് ഫോറം ആണത് ഇതൊക്കെ റിലീസ് ചെയ്യുന്നത്. ഇനി അടുത്താണ് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് 2025. വീണ്ടും നോക്കിയ 2 ഐസ്ലൻഡ് അല്ലേ. ഇതും ഗ്ലോബൽ പീസും ഐസ്ലൻഡ് ആണ്. അതുപോലെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പും രണ്ടും ഐസ്ലൻഡ് ആണ്. ഇന്ത്യ റാങ്ക് എത്രയാണ്? ഇന്ത്യ റാങ്ക് 115 ആണ്. ഓക്കെ, 115 ആണിത് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇത് ആരാണ് റിലീസ് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്. ഇത് റിലീസ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് ആണ്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക്സ് ആൻഡ് പീസ്.
ഓക്കെ, IEP ആണിത്, ഇത് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല റിലീസ്ഡ് ബൈ ആരാണെന്ന് ചിലപ്പോൾ ചോദിക്കാം, അതുകൊണ്ടാണ് ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നത്. റിലീസ്ഡ് ബൈ IEP ആണിത്, ഇത് റിലീസ് ചെയ്യുന്നത്. ടോപ്പ് ആവുന്ന ഐസ്ലൻഡ് ആണ്. ഇന്ത്യയുടെ റാങ്ക് 115 നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്ത ആക്സിയോം മെഷീൻ 4, നിങ്ങൾ ന്യൂസിലൊക്കെ കേട്ടാണ്. ആക്സിയോം മെഷീൻ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല നല്ല ചോദ്യങ്ങൾ എന്താണ് ഏറ്റവും കൂടുതൽ വരുന്നത്? ഇറ്റ് ഇസ് എ പ്രൈവറ്റ് സ്പേസ് ഫ്ലൈറ്റ് ടു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ളൊരു പ്രൈവറ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന നമ്മൾ പറയുന്ന മിഷന്റെ പേരാണ് ആക്സിയോം മെഷീൻ 4 എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ഡേറ്റാസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ ആസ്ട്രോണറ്റ് ആയിട്ട് ഇതിനകത്ത് ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ശുഭാൻശു ശുക്ല ഇസ് ദ ഇന്ത്യൻ ആസ്ട്രോണറ്റ് സെലക്ടഡ് ഫോർ ദ ആക്സിയോം മെഷീൻ 4. ഓക്കെ, ആക്സിയോം മെഷീൻ 4ന്റെ ഭാഗമായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ ആസ്ട്രോണറ്റ് ആരെന്ന് വെച്ചാൽ അത് ശുഭാൻശു ശുക്ലയാണ്. ഇനി ബാക്കിയുള്ള അതർ മെമ്പേഴ്സ്, ഓക്കെ, പെഗ്ഗി വിറ്റ്സൺ, നിങ്ങൾ തന്നെ പേരുകൾ വായിക്കുക. ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് ചിലപ്പോൾ മേ ബി ശരിയാവണമെന്നില്ല. നിങ്ങളുടെ രീതിയിൽ എന്താണ് അത് വായിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, പേരൊക്കെ പ്രൊനൗൺസ് ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ഇടയ്ക്ക് കമന്റ് കാണാറുണ്ട് പ്രൊനൗൺസിയേഷൻ ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നതിന് മിസ്റ്റേക്ക് കാണും. അപ്പോൾ നിങ്ങളുടെ രീതിയിൽ എന്താണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഞാൻ നോക്കാറില്ല. കാരണം നമുക്ക് ഇത് കാണുമ്പോൾ ഞാൻ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടാണ്, നമുക്ക് പ്രൊനൗൺസിയേഷൻ്റെ ആവശ്യം നമുക്കവിടെ വരുന്നില്ല. നമുക്കിത് കാണുമ്പോൾ എന്താണ് ഓപ്ഷനായിട്ട് ഓർമ്മ വരും. അപ്പം നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ വായിക്കുക. ഇനി ഞാൻ എൻ്റെ രീതിയിലായിട്ട് വായിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ റോക്കറ്റ് ഏത് റോക്കറ്റിലാണ് ലോഞ്ച് ചെയ്യുന്നത് വെച്ചാൽ അത് ഫാൽക്കൺ 9 ബ്ലോക്ക് 5 ആണ്. ഓക്കെ, ഫാൽക്കൺ 9 ബ്ലോക്ക് 5 റോക്കറ്റിലാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ 4 പേരുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ആക്സിയോം മെഷീൻ 4 ഇന്ത്യൻ ആസ്ട്രോണറ്റ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ആരാന്ന് വെച്ചാൽ ശുഭാൻശു ശുക്ലയാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ചോദ്യമാണ്, ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഹൈ ചാൻസ് ഉള്ള ചോദ്യം കൂടിയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ആക്സിയോം മെഷീൻ 4. അടുത്ത് ഛത്തീസ്ഗഡ് ഈസ് സെറ്റിംഗ് അപ്പ് ഇന്ത്യസ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്പെഷ്യൽ എക്കണോമിക് സോൺ. ഓക്കെ, ഒരു ഡേറ്റാ പാർക്കാണ് ഇത്. ഫസ്റ്റ് ഇന്ത്യസ്, ഞാൻ പറഞ്ഞു ഇന്ത്യസ് ഫസ്റ്റ് അല്ലേ, ഇന്ത്യസ് ഫസ്റ്റ്. ഓക്കെ, ഇന്ത്യസ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ആരാണ് സെറ്റ് ചെയ്യുന്നത്? ഛത്തീസ്ഗഡ് ആണത് ഇത് സെറ്റ് ചെയ്യുന്നത്. എന്താണ് ഇതിന്റെ ഒരു ഉദ്ദേശം? എന്താ? ടു എൻഹാൻസ് AI റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ ആണത് ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, റായ്പൂരാണത് ഇത് സെറ്റപ്പ് ചെയ്യുന്നത് കേട്ടോ. റായ്പൂരാണത് ഇത് സെറ്റപ്പ് ചെയ്യുന്നത്. ഏകദേശം 1000 കോടി ബഡ്ജറ്റ് ആണത് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഏകദേശം 1000 കോടി. ഓക്കെ, 1000 crore ബഡ്ജറ്റ് ആണത് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത് ബ്രസീൽ സെറ്റപ്പ് ഇറ്റ്സ് ഫസ്റ്റ് ഓവർസീസ് നാനോ ഫെർട്ടിലൈസർ പ്ലാന്റ് ഇൻ ബ്രസീൽ. ഓക്കെ, ബ്രസീലാണത് വീണ്ടും ഫസ്റ്റ് ഓവർസീസ് നാനോ ഫെർട്ടിലൈസർ പ്ലാന്റ് കേട്ടോ. നാനോ ഫെർട്ടിലൈസർ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നത് ബ്രസീലാണ്. ഏകദേശം സെറ്റപ്പ് ചെയ്യുന്നത് അവിടെയാണ്, അത് ബ്രസീലാണത് സെറ്റപ്പ് ചെയ്യുന്നത് നാനോ ഫെർട്ടിലൈസർ. അടുത്ത ഇന്ത്യസ് ഫസ്റ്റ് ബട്ടർഫ്ലൈ സാങ്ച്വറി ഹാസ് ബീൻ ഇനാഗുറേറ്റഡ് ഇൻ കേരള. കേരളത്തിൽ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി അല്ലേ? ഒരു വെറൈറ്റി ഉണ്ടല്ലേ, ബട്ടർഫ്ലൈ സാങ്ച്വറി. ഓക്കെ, അരളം വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണത് അതിന്റെ പേര് കേട്ടോ. കേരളത്തിൽ നമുക്കറിയായിരിക്കും അരളം വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഓക്കെ, ഏത് ജില്ലക്കാരാണ് എവിടെയെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്താൽ കേട്ടോ. അരളം വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാണെന്ന് കമന്റ് ചെയ്താൽ. ഇന്ത്യസ് ഫസ്റ്റ് ബട്ടർഫ്ലൈ സാങ്ച്വറി ഹാസ് ബീൻ ഇനാഗുറേറ്റഡ് ഇൻ കേരള. ഏതാണത്? അരളം വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആണ് 51st G7 സമ്മിറ്റ്. ഓക്കെ, നമ്മൾ നേരത്തെ നാറ്റോ സമ്മിറ്റ് പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണത് 51ാമത്തെ G7 സബ്മിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അവിടെയാണ് കാനഡയാണെന്ത് 51ാമത്തെ G7 സബ്മിറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അറ്റ് കനാനാസ്കിസ് എന്ന് പറഞ്ഞ സ്ഥലത്താണെന്ത് ഈ കാനഡ ഈ G7 സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഷെയർഡ് ബൈ മാർക്ക് കാർണി. ഓക്കെ, മാർക്ക് കാർണി ആണെന്ത് ഈ ഒരു G7 സമ്മിറ്റ് ഷെയർഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മേജർ ഔട്ട്കം, ഇതിന്റെ ഈ G7 സമ്മിറ്റിന്റെ മേജർ ഔട്ട്കം എന്താണെന്ന് വെച്ചാൽ ടു ടാക്ലിംഗ് ഗ്രോയിങ് വൈൽഡ് ലൈഫ് ത്രെഡ്സ് ആണ്. ഓക്കെ, ടു ടാക്ലിംഗ് ഗ്രോയിങ് വൈൽഡ് ലൈഫ് ത്രെഡ്സ് ആണ് ഇതിന്റെ മേജർ ഔട്ട്കം എന്ന് പറയുന്നത്. 2026 സബ്മിറ്റ് എവിടെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹോസ്റ്റ് ചെയ്യുന്നത് ഫ്രാൻസിലാട്ടോ. ഓക്കെ, 2026 സബ്മിറ്റ്. ഓക്കെ, 2026 സബ്മിറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫ്രാൻസിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. G7 സബ്മിറ്റ് വെച്ചാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തവണ ഹോസ്റ്റ് ചെയ്തതാണ് കാനഡയാണെന്ന്. ഇത്തവണ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് വെരി ഇമ്പോർട്ടൻറ്റ്, ചോദിക്കാൻ നല്ല ഹൈ ചാൻസ് ചോദ്യമാണ്. അതുപോലെ തേർഡ് ബൈ ആരാണ് ചെയർ ചെയ്തത്? മാർക്ക് കാർണി ആണത് ചെയർ ചെയ്ത്. എന്താണ് ഇതിന്റെ മേജർ ഔട്ട്കം? ടു ടാക്ലിംഗ് ഗ്രോയിങ് വൈൽഡ് ലൈഫ് ത്രെഡ്സ് ആണത് മേജർ ആയിട്ടുള്ള ഈ മീറ്റിംഗിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. 2026 നടക്കാൻ പോകുന്ന ഫ്രാൻസ് ആണ്. അതും കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ചോദിക്കാൻ ഒരു ചാൻസ് ഉള്ള ഒരു ചോദ്യം കേട്ടോ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ.
നെക്സ്റ്റ് ആണ് ഇന്ത്യസ് ഫസ്റ്റ് അണ്ടർ വാട്ടർ മ്യൂസിയം ബി ബിൽഡ് ഇൻ മഹാരാഷ്ട്ര അറൌണ്ട് INS ഗുൽദാർ. ഓക്കെ, വീണ്ടും ഞാൻ പറഞ്ഞു ഫസ്റ്റ് അല്ലെ, ഫസ്റ്റ് ബിഗസ്റ്റ് ലാർജസ്റ്റ് ഒക്കെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ ഇന്ത്യസ് ഫസ്റ്റ് അണ്ടർ വാട്ടർ മ്യൂസിയം ബി ബിൽഡ് ഇൻ മഹാരാഷ്ട്ര. ഓക്കെ, മഹാരാഷ്ട്രയിലാണ് ഇത് ബിൽഡ് ചെയ്യാൻ പോകുന്നത് അറൌണ്ട് INS ഗുൽദാർ. ഓക്കെ, അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ടൂറിസം മിനിസ്ട്രി ആണത് ഇത് കൊണ്ടുവരുന്നത് കേട്ടോ. ടൂറിസം മിനിസ്ട്രി ആണത് ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഏകദേശം 46 crore. ഓക്കെ, 46 crore ആണിത് ഈ ഒരു പ്രൊജക്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ഏത് സ്റ്റേറ്റിലാണ്, ഓക്കെ, അതുപോലെ അറൌണ്ട് എവിടെയാണ്, ഇത് രണ്ടും നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്താണ് ഇന്ത്യസ് ഫസ്റ്റ്, വീണ്ടും ഞാനുള്ളൂ ഇന്ത്യസ് ഫസ്റ്റ് വേസ്റ്റ് റീസൈക്ലിംഗ് പാർക്ക് വിൽ ബി ബിൽഡ് ഇൻ ഡൽഹി. ഓക്കെ, ഡൽഹിയിലാണിത് ഇന്ത്യയിലെ ആദ്യത്തെ വേസ്റ്റ് റീസൈക്ലിംഗ് പാർക്ക് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. പ്രോസസ് 51,000. ഓക്കെ, 51,000 ടൺ ഓഫ് വേസ്റ്റ് ആനുവലി. 51,000 ടൺ ഓഫ് വേസ്റ്റ് എന്താണ് ആനുവലി ഇത് റീസൈക്കിൾ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേജർ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ഇന്ത്യസ് ഫസ്റ്റ് വേസ്റ്റ് റീസൈക്ലിംഗ് പാർക്ക് അല്ലെ. അടുത്താണ് ഇന്ത്യ ഈസ് ബിൽഡിംഗ് ഇറ്റ്സ് ഫസ്റ്റ് എവർ പോളാർ റിസർച്ച് വെസൽ ഇൻ കൊളാബറേഷൻ വിത്ത് നോർവേ. ഓക്കെ, നോർവേയിലാണ് ഇന്ത്യ ആദ്യത്തെ ഫസ്റ്റ് എവർ പോളാർ റിസർച്ച് വെസൽ എന്താണ് ബിൽഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് എന്തിനാന്ന് വെച്ചാൽ ടു ബൂസ്റ്റ് റിസർച്ച് ആക്ടിവിറ്റീസ്, അതായത് ടു ബൂസ്റ്റ് റിസർച്ച് ആക്ടിവിറ്റീസ് ഇൻ പോളാർ ആൻഡ് സദേൺ ഓഷ്യൻ. ഓക്കെ, പോളാർ റീജിയനും അതുപോലെ സദേൺ ഓഷ്യന്റെ ആ ഒരു സ്ഥലത്ത് എന്താണ് റിസർച്ച് ആക്ടിവിറ്റീസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആദ്യത്തെ എവർ പോളാർ റിസർച്ച് വെസൽ ആരുമായിട്ട് കൊളാബറേഷൻ വെച്ച്, നോർവേ ആയിട്ട് കൊളാബറേഷൻ വെച്ച് ഇന്ത്യ ബിൽഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അടുത്താണ് നെക്സ്റ്റ് ആണ് ആന്ധ്രാപ്രദേശ്. ഓക്കെ, ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ലോഞ്ച് ദ വിദ്യാശക്തി. ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ആണ് വിദ്യാശക്തി എന്ന ഓൺലൈൻ ടീച്ചിങ് ഇനിഷ്യേറ്റീവ് ടു സപ്പോർട്ട് വീക്ക് സ്റ്റുഡൻസ്, അതായത് വീക്ക് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു ഇനിഷ്യേറ്റീവ് ആണത് ആന്ധ്രാപ്രദേശിന്റെ വിദ്യാശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കാട്ടെ, വിദ്യാശക്തി പോർട്ടലൊക്കെ ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ലോഞ്ച് ചെയ്തത്? ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ സ്ഥിരമായി ചോദിക്കുന്നതാണ്. അപ്പോൾ വിദ്യാശക്തി എന്ന് പറയുന്ന പോർട്ടൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇതുപോലത്തെ പുതിയ പോർട്ടൽസ്, അതുപോലെ യോജനാസ്, സ്കീംസ് ഒക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നതാണ്. അപ്പോൾ അതിനകത്ത് എന്താണ് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണിത് ഈ പറയുന്നതൊക്കെ. അടുത്ത് Parag Jain has been appointed as new RAW chief. വീണ്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അപ്പോയിൻമെന്റ് അല്ലെ, ഇമ്പോർട്ടൻ്റ് അപ്പോയിൻമെന്റ് ആണ്. ഓക്കെ, Parag Jain has been appointed as the new RAW chief. റോയുടെ പുതിയ ചീഫായിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തത്? Parag Jainനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ അപ്പോയിൻമെന്റ്സ് ഒക്കെ എന്താണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അടുത്താണ് Christy Coventry has been elected as the president of the International Olympic Committee. Okay, first female president ആട്ടോ. ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡന്റ് ആണ് ക്രിസ്റ്റി കോവൻട്രി എന്ന് പറയുന്നത്. ഹാസ് ബീൻ എലക്ടഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ഓക്കെ, ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിലാട്ടോ. സ്വിറ്റ്സർലൻഡ്. ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിലാണ്. അതുകൊണ്ട് നോട്ട് ചെയ്തൊക്കെ ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡന്റ് ആണ് ക്രിസ്റ്റി കോവൻട്രി എന്ന് പറയുന്നത്. അതുപോലെ ഏത് വർഷമാണ് ഇത് ഫോം ചെയ്ത് ചോദിക്കാം. അതായത് നമ്മുടെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഫോം ചെയ്ത് 1894 ഇത് ഫോം ചെയ്ത്. ഇനി റോഡ് കാര്യം പറഞ്ഞില്ല. റോഡ് കാര്യം വേണ്ടി നമുക്ക് പറയാം. റോ ആദ്യമായിട്ട് ഫോം ചെയ്ത് 1968 ഫോം ചെയ്തത് 1968. അതുപോലെ ഹെഡ് ക്വാർട്ടേഴ്സ് ചെയ്യുന്നത് ന്യൂഡൽഹിയിലാട്ടോ. ഹെഡ് ക്വാർട്ടേഴ്സ് ചെയ്യുന്നത് ന്യൂഡൽഹി. ഓക്കെ, ന്യൂഡൽഹിയിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് ആണ്. അപ്പോൾ പരാഗ് ജെയിൻ എന്നാണ് റോയുടെ പുതിയ ചീഫായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. അതുപോലെ ക്രിസ്റ്റി കോവൻട്രി ഹാസ് ബീൻ elected as the president of International Olympic Committee. ഫസ്റ്റ് ഫീമെയിൽ ആണ്, അതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ഹൈ ചാൻസ് ഉണ്ട്. അതുപോലെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലൻഡിലാണ്. ഫോം ചെയ്ത വർഷം 1894. ഇത്തരം കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത് പ്രതിഭ സേതു വാസ് ലോഞ്ച്ഡ് ബൈ UPSC ടു കണക്ട് ടോപ്പ് കാൻഡിഡേറ്റ്സ് വിത്ത് പ്രൈവറ്റ് എംപ്ലോയീസ്. അതായത് UPSC, ഓക്കെ, UPSC റാങ്ക് ലിസ്റ്റിലൊക്കെ നോക്കുമ്പോഴേക്കും അതിനകത്ത് റാങ്ക് ലിസ്റ്റ് അല്ല, അതൊരു കാറ്റഗറി വെച്ച് എന്താണ് പ്രൈവറ്റ് എംപ്ലോയി, കാരണം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും UPSC ഒക്കെ ആ ഒരു ഇന്റർവ്യൂ ബോർഡൊക്കെ എത്തുന്നത്. അപ്പോൾ എന്താണ് ആ ഒരു ആൾക്കാരെ പ്രൈവറ്റ് എംപ്ലോയീസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ
ലോഞ്ചിങ് സ്കീമാണിത് പ്രതിഭ സേതു എന്ന് പറയുന്നത്. ഓക്കെ, പ്രതിഭ സേതു. ആരാണ് UPSCയുടെ പുതിയ ചെയർമാൻ? നമ്മൾ റീസെന്റ് ആയിട്ട് പഠിച്ചാണ് UPSC പുതിയ ചെയർമാൻ അജയ് കുമാർ അല്ലേ? അജയ് കുമാറാണ് UPSCയുടെ പുതിയ ചെയർമാൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്താണ് അജയ് കുമാർ. ഇനി അടുത്ത് ഡൽഹി യൂണിവേഴ്സിറ്റി ലോഞ്ച് ജയ് ഹിന്ദ് സ്കീം. ഇമ്പോർട്ടന്റ് ആണ്. ഏത് യൂണിവേഴ്സിറ്റി ആണ്? ജയ് ഹിന്ദ് സ്കീം ടു അപ്സ്കിൽ ST സ്റ്റുഡൻസ്. ഓക്കെ, ST അതായത് ഷെഡ്യൂൾഡ് ട്രൈബിൽ പെടുന്ന സ്റ്റുഡൻസ് എന്താണ് അപ്സ്കിൽ അവരെ എന്താണ് മുന്നോട്ട് മീൻസ് അവർക്കൊരു അമ്പവൻ അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിട്ട് ബാക്കിയുള്ളവരെ കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആക്കാൻ വേണ്ടി ഡൽഹി യൂണിവേഴ്സിറ്റി ലോഞ്ച് ചെയ്ത ഒരു സ്കീമാണിത് ജയ് ഹിന്ദ് സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കും ജയ് ഹിന്ദ് സ്കീം ഏത് സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ്? ഞാൻ പറഞ്ഞല്ലോ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ ഇതിനകത്ത് വരും. ജയ് ഹിന്ദ് സ്കീം ഏത് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിലാണ്? ST സ്റ്റുഡൻസിലാണ് ജയ് ഹിന്ദ് സ്കീം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ബുക്കാണ് ഇന്ത്യാസ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഡിഫറെന്റ് സ്ട്രോക്സ് 1990 to 2014. ഈ ബുക്ക് ആരാണ് റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത്? AK ഭട്ടാചാര്യ. ഓക്കെ, ഭായ് AK ഭട്ടാചാര്യ ആണിത് ഈ ഇന്ത്യാസ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഡിഫറെന്റ് സ്ട്രോക്ക് 1998 to 2014 എന്ന് പറഞ്ഞ ബുക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഭായ് AK ഭട്ടാചാര്യ ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത് നമ്മൾ പറയുന്ന മിലിറ്ററി എക്സസൈസ് അതുപോലെ ജോയിന്റ് എക്സസൈസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് ശക്തി 2025 അല്ലെ? ശക്തി 2025 തമ്മിലാണ് ഇന്ത്യ ആൻഡ് ഫ്രാൻസ്. ഓക്കെ, ഇന്ത്യയും ഫ്രാൻസും തമ്മിലാണ് ശക്തി 2025 നടക്കുന്നത്. ഇനി എത്രാമത്തെ എഡിഷൻ ആണ് ഇത്? 8th എഡിഷൻ ആയിരുന്നു കേട്ടോ. 8th എഡിഷൻ. ഓക്കെ, 2025 നടന്നത് എത്രാമത്തെ എഡിഷൻ ആണ്? അപ്പൊ ചോദിക്കാം ദ 8th എഡിഷൻ ഓഫ് ശക്തി 2025 വാസ് കണ്ടക്റ്റഡ് അറ്റ് എവിടെയാണ്? ഫ്രാൻസിൽ വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ എവിടെ വെച്ചാണ് കണ്ടക്ട് ചെയ്ത്? പിന്നെ പേര് എന്താ പറയുക? ശക്തി. ഓക്കെ, ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും ഫ്രാൻസ് തമ്മിലാണിത് ശക്തി എന്ന് പറയുന്നു. ഇനി അടുത്താണ് നെക്സ്റ്റ് ആണ് ഖാൻകോസ് 2025. ഓക്കെ, ഖാൻകോസ് 2025. ഓക്കെ, മംഗോളിയ കേട്ടോ, മംഗോളിയ. ഓക്കെ, മംഗോളിയയിലാണിത് ഖാൻകോസ് 2025 നടന്നത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏത് രാജ്യമായിട്ട് ബന്ധപ്പെട്ടാണ്? മംഗോളിയ ആയിട്ട് ബന്ധപ്പെട്ടാണെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. മിലിറ്ററി എക്സസൈസ് ഒക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ മിക്ക എല്ലാ മാസങ്ങളും എന്താണ് മിലിറ്ററി എക്സസൈസ് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് നമ്മളിതിനകത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അടുത്ത് നെക്സ്റ്റ് ആണ് ഓപ്പറേഷൻ സിന്ധു വാസ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യ ടു ഇവാക്യുവേറ്റ് സിറ്റിസൺ ഫ്രം ഇറാൻ. നമ്മൾ എന്താണ് ഓരോ രാജ്യങ്ങൾക്ക് ഓരോ കലാമിറ്റിയും കാര്യങ്ങളൊക്കെ കലാമിറ്റി മാത്രമല്ല ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും അവിടുന്ന് ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ ഓപ്പറേഷൻസ് എന്താണ് നമ്മൾ ലോഞ്ച് ചെയ്യാറുണ്ട്. അപ്പം ഈ ഓപ്പറേഷൻ അതായത് ഇറാനിൽ നിന്നാണ് നമ്മുടെ സിറ്റിസനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങിയ ഓപ്പറേഷൻ ആണെന്ന് ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത്. വെരി 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 ഇമ്പോർട്ടൻറ്റ് ചോദിക്കാം. ഓക്കെ, നല്ല ഹൈ ചാൻസ് ചോദ്യങ്ങളാട്ടോ. ഓപ്പറേഷൻ സിന്ധു വാസ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യ ടു ഇവാക്യുവേറ്റ്. ഇനി തിരിച്ചും ചോദിക്കാം, ഓപ്പറേഷൻ സിന്ധു ഏത് രാജ്യത്ത് നിന്നും എന്താണ് ഇന്ത്യൻ സിറ്റിസനെ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ളതാണ്? അത് ഇറാനിൽ നിന്നും ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള കേട്ടോ. അപ്പൊ അതും ഒന്ന് ചോദിക്കാം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഇന്ത്യ ആൻഡ് ശ്രീലങ്ക വിൽ ഹോസ്റ്റ് ദ 2025 വുമൺസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ്. ഓക്കെ, 2025 വുമൺസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആരാ ഹോസ്റ്റ് ചെയ്യുന്നത്? അത് ഇന്ത്യ ആൻഡ് ശ്രീലങ്കയാണിത് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇന്ത്യ ആൻഡ് ശ്രീലങ്ക ഹോസ്റ്റ് ദ 2025 2025 എന്താണ് വുമൺസ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഇന്ത്യയും ശ്രീലങ്കയും കൂടിയാണ്. നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടന്റ് ആണ്. വെന്യൂ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്ത മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ലോഞ്ച് ദ ധർത്തി ആബ ജൻ ഭാഗിദാരി അഭിയാൻ. ഓക്കെ, ധർത്തി ആബ ജൻ ഭാഗിദാരി അഭിയാൻ ഏത് ട്രൈബൽ അഫയേഴ്സ്? മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ്. ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി എന്തിനു വേണ്ടിയുള്ളതാണ് നമുക്ക് നോക്കാം. ടു ഡെലിവർ വെൽഫെയർ ബെനിഫിറ്റ്സ് ടു നിയർലി 1 lakh ട്രൈബൽ വില്ലേജസ്. അതായത് ട്രൈബൽ വില്ലേജസ് എന്താണ്? ട്രൈബൽ വില്ലേജസിന് കൂടുതൽ എന്താണ് വെൽഫെയർ ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സ്കീമാണിത് ധർത്തി ആഭ ജൻ ഭാഗിദാരി അഭിയാൻ എന്ന് പറയുന്നത്. ഈ പേര് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ട്രൈബൽ ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ എന്താണ് ഞാൻ പറഞ്ഞത്, ഈ യോജന സ്കീംസ് ഒക്കെ പറയുമ്പോൾ കൂടുതലും ചോദിക്കുന്നത് ഒന്നെങ്കിൽ ഈ സ്കീം അല്ലെങ്കിൽ ഈ സ്കീം ലോഞ്ച് ചെയ്തത് ഏത് മിനിസ്ട്രി ആണെന്ന് ചോദിക്കും. മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ്. ഈ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് പറയുമ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്ത് എന്തൊക്കെയാണ് ഏകദേശം 1 ലക്ഷം വരുന്ന ട്രൈബൽ വില്ലേജസ് എന്താണ് ബെനിഫിറ്റ്സ് കൊടുക്കാനുള്ള സ്കീമാണിത് ഈ കാണുന്ന ധർത്തി ആബ ജൻ ഭാഗിദാരി അഭിയാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഫിഷറീസ് സബ്സിഡീസ് എഗ്രിമെന്റ്. ഓക്കെ, വീണ്ടും ഒരു സബ്മിറ്റ് എന്നൊക്കെ പറയുന്ന പോലെ നടന്നൊരു സ്ഥലമാണ്. ഓക്കെ, ഇന്ത്യ ബിക്കം ദ 101st WTO member to accept the fisheries subsidies agreement. ഓക്കെ, അപ്പം
ഇന്ത്യ ആണിത് 101ാമത്തെ മെമ്പർ. ഓക്കെ 101. ഓക്കെ 101ാമത്തെ മെമ്പർ ആയിട്ട് എന്താണ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് ടു അക്സെപ്റ്റ് ദ ഫിഷറീസ് സബ്സിഡീസ് എഗ്രിമെന്റ്. ഓക്കെ ഫിഷറീസ് സബ്സിഡീസ് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന 101ാമത്തെ മെമ്പർ ആയിട്ട് എന്താണ് ഇന്ത്യ മാറിയിട്ടുണ്ട്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയെന്ന് വെച്ചാൽ ഹെഡ് ക്വാർട്ടേഴ്സ് എന്താണ് സെയിം. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും നമ്മൾ നേരത്തെ പറഞ്ഞാൽ ജനീവ, സ്വിറ്റ്സർലൻഡിൽ ജനീവ ആണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പറയുന്നത് കേട്ടോ. ജനീവ, സ്വിറ്റ്സർലൻഡിലെ ജനീവ ആണ് ഇതിന്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നു. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തൊക്കെ. അടുത്ത് ഇന്ത്യ ഹോസ്റ്റഡ് ദ ഫസ്റ്റ് അസംബ്ലി ഓഫ് ദ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് ഇൻ ന്യൂഡൽഹി. വീണ്ടും അടുത്ത നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. എവിടെയാണ് ഹോസ്റ്റ് ചെയ്തത്? വെന്യൂ അല്ലേ, ഇന്ത്യ ഹോസ്റ്റഡ് ദ ഫസ്റ്റ് അസംബ്ലി ഓഫ് ദ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്. അതായത് 7 ബിഗ് കാറ്റുകളെ എന്താണ് അവർക്ക് സർവൈവ് ചെയ്യാനുള്ളൊരു ഇതാണ് ദ ബിഗ് കാറ്റ് അലയൻസ് എന്ന് പറയുന്നത്. അവരെ എന്താണ് അവരെ ഒരു ത്രെഡിൽ നിന്നൊക്കെ നീക്കി നിർത്താൻ വേണ്ടി തുടങ്ങുന്നതാണ് ഈ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്ന് പറയുന്നത്. അത് എവിടെയാണ്? ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്ത്. എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ വെച്ചാൽ അത് എന്താണ്? അത് ന്യൂഡൽഹിയിലാണ് കേട്ടോ. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും ന്യൂഡൽഹി തന്നെയാണ്. ഇത് ചെയർ ചെയ്ത ആരാണ്? അത് ഭൂപേന്ദ്ര യാദവ് ആണ്, മിനിസ്റ്റർ ആയ ചെയർഡ് ബൈ ഭൂപേന്ദ്ര യാദവ് ആണ്. ഓക്കെ ഭൂപേന്ദ്ര യാദവ് ആണ് ചെറുതിരിക്കുന്നത്. 7 മേജർ ബിഗ് കാറ്റ്സിന്. ഓക്കെ ഓരോരോ സ്കീമിലുള്ള. ഓക്കെ ലയൺ, ടൈഗർ, ചീറ്റ, എന്നൊക്കെ പറഞ്ഞ് ഓക്കെ സ്നോ ലെപ്പേർഡ്, ബാക്കായിട്ട് വരുന്ന എല്ലാ കാറ്റ് അലയൻസിനെ അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സ്കീമാണ് ദ ബിഗ് കാറ്റ് അലയൻസ് എന്ന് പറയുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യ ഫസ്റ്റ് അസംബ്ലി ഇതിന്റെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ആരാണ്? അത് ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്താണ് ബാംഗ്ലൂർ സിറ്റി ഹാസ് ബിക്കം ഇന്ത്യസ് ലെപ്പേർഡ് ക്യാപിറ്റൽ. ഓക്കെ ഇന്ത്യയുടെ ലെപ്പേർഡ് ക്യാപിറ്റൽ ആയിട്ട് പുതിയ ബാംഗ്ലൂരു സിറ്റി ആണ് ഇനി മുതൽ ഇന്ത്യയുടെ ലെപ്പേർഡ് ക്യാപിറ്റൽ അറിയപ്പെടുന്ന സിറ്റിയാണ്. അത് ബാംഗ്ലൂരു സിറ്റിയാണ്. ഓക്കെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ക്യാപിറ്റൽ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ബാംഗ്ലൂരു സിറ്റി. അടുത്ത 2025 വേൾഡ് പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് വിൽ ബി ഹെൽഡ് ഇൻ ന്യൂഡൽഹി. വെന്യൂ ആണ്. ഓക്കെ വെന്യൂ ചോദിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ആണ്. ഓക്കെ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് പോലെ ഇമ്പോർട്ടന്റ് ആണ് ഇത് പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് എന്നും പറയുന്നു. ഓക്കെ 2025 വേൾഡ് പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് എവിടെയാണ്? വിൽ ബി ഹെൽഡ് ഇൻ ന്യൂഡൽഹിയാണെന്ത് ഇത് നടക്കുന്നത്. ഇനി മാസ്കോട്ട് എന്താണ് ഈ വേൾഡ് പാരാ അത്ലറ്റിക്സിന്റെ മാസ്കോട്ട് എന്ന് വെച്ചാൽ വിരാജ്. ഓക്കെ വിരാജ് ആണെന്ത് ഇതിന്റെ മാസ്കോട്ട്. വിരാജ് എന്ന് വെച്ചാൽ യങ് എലിഫന്റ് ആണ്. ഓക്കെ യങ് എലിഫന്റ്. അപ്പോൾ ചോദിക്കാട്ടോ മാസ്കോട്ട് എന്താണ്? മാസ്കോട്ട് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് നാഷണൽ ഗെയിംസ് ഒക്കെ അതുപോലെ ഒളിമ്പിക്സ് ഒക്കെ എന്താണ് മാസ്കോട്ട് ഉണ്ട്. അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് ഈ വേൾഡ് പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പും. അപ്പോൾ അത് നടക്കാൻ പോകുന്നതുകൊണ്ടാണ് ന്യൂഡൽഹിയിലാണ് നടക്കാൻ പോകുന്നത്. അതുപോലെ മാസ്കോട്ട് എന്താണ്? വിരാജ് യങ് എലിഫന്റിന്റെ ഒരു മാസ്കോട്ട് അറിയാലോ, ഒരു ഇമേജോ അല്ലേ? ഇതിനകത്തില്ല അല്ലേ? ഓക്കെ മാസ്കോട്ട് ഒരു ഇമേജ് ആണ് അല്ലേ? ഇപ്പോൾ ഒരു റെപ്രസെന്റേഷൻ പോലെ കൊടുക്കുന്ന സംഭവമാണ്. അപ്പോൾ യങ് എലിഫന്റ് ആണ് ഇതിന്റെ മാസ്കോട്ട് എന്ന് പറയുന്നത്. അടുത്ത കത്രീന കൈഫ് വാസ് അപ്പോയിന്റഡ് ആസ് ഗ്ലോബൽ ടൂറിസം അംബാസിഡർ ഫോർ മാൽഡീവ്സ്. ഓക്കെ മാൽഡീവ്സിന്റെ ഗ്ലോബൽ ടൂറിസം അംബാസിഡർ ആയിട്ട് ആരെ സെലക്ട് ചെയ്തിട്ടുണ്ട്? കത്രീന കൈഫിനെ അവര് സ്ഥലത്തെല്ലാം അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ അപ്പോൾ ഓരോ കൺട്രീസിനും അവരുടേതായ അംബാസിഡേഴ്സ് ഓരോ ടൂറിസം മേഖലയ്ക്കും അതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് അംബാസിഡേഴ്സ് റെപ്രസെന്റ് ചെയ്ത് വരാറുണ്ട്. അപ്പൊ കത്രീന കൈഫാണ് ഇത് മാൽഡീവ്സിനെ പുതിയ ടൂറിസം അംബാസിഡർ ആയിട്ട് അവര് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അടുത്ത് കിജാൻ ആൻഡ് മിനാർ വെറ്റ്ലാൻഡ്സ് സൈറ്റ്സ് ആർ ന്യൂ റാംസാർ സൈറ്റ്സ് ഓഫ് രാജസ്ഥാൻ. ഓക്കെ രാജസ്ഥാന്റെ പുതിയ റാംസാർ സൈറ്റ്സ് ആണെന്ത് ഇപ്പൊ ടോട്ടലി രാജസ്ഥാനിൽ 4 റാംസാർ സൈറ്റ്സ് എന്താണ് ഇതും കൂടെ കൂട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ ടോട്ടൽ ഇപ്പം രാജസ്ഥാനില് 4 റാംസാർ സൈറ്റ്സ് ഉണ്ട്. അപ്പം പുതിയ റാംസാർ സൈറ്റ്സ് ആണ് കിച്ചാൻ ആൻഡ് മിനാർ വെറ്റ്ലാൻഡ് സൈറ്റ്സ് ആർ ന്യൂ റാംസാർ സൈറ്റ്സ് ഓഫ് രാജസ്ഥാൻ. ടോട്ടൽ നമുക്ക് ഇന്ത്യയിലെ ടോട്ടൽ റാംസാർ സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ റാംസാർ സൈറ്റ്സ് 91 റാംസാർ സൈറ്റ്സ് ആണ് ഇന്ത്യയിൽ ഉള്ളത്. ഓക്കെ അതായത് ടോട്ടൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ മൊത്തം എത്ര ഉണ്ട്? മൊത്തം 91 റാംസാർ സൈറ്റ്സ് ആണ് ഇത് നിലവിൽ ഉള്ളത്. ഇനി ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റ്സ് ഉള്ള എവിടെയാണെന്ന് ചോദിക്കാം, ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിക്കാം. ഓക്കെ മാക്സിമം ഏറ്റവും കൂടുതലുള്ളത് തമിഴ്നാട്ടിലാണ്. 20 റാംസാർ സൈറ്റ്സ് ആണ് തമിഴ്നാട്ടിലുള്ളത്.
ഇനി സെക്കൻഡ് ഏറ്റവും കൂടുതലുള്ള സെക്കൻഡ് ചോദിക്കാം, അത് ഉത്തർപ്രദേശിലാണ്. സെക്കൻഡ് ഉത്തർപ്രദേശ്. ഓക്കെ, എനിക്ക് തോന്നുന്നു 10. ഓക്കെ, 10 റാംസേസ് ആണ് ഇത് ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ. 10 റാംസേസ് ആണ് ഇത് ഉത്തർപ്രദേശിൽ ഉള്ളത്. അപ്പോൾ രാജസ്ഥാനിൽ ഈ രണ്ടും കൂടെ കൂട്ടി എന്താണ് മൊത്തം 91 റാംസേസ് ആണ് ഇത് ഉള്ളത്. രാജസ്ഥാനിൽ 4 കൂടെ കൂട്ടിയിട്ടാണ് ഇത് 91 എന്ന് പറയുന്നത്. അടുത്ത് നരേന്ദ്രമോദി വാസ് കൺഫേർഡ് സിപ്രസ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ദ ഓർഡർ ഓഫ് മെക്കാരിയോസ് 3. ഓക്കെ, നമ്മളൊരു അവാർഡാണ്. ഓക്കെ, ഓരോ രാജ്യങ്ങൾ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഒരു അവാർഡാണ്. ആർക്കാണ് ലഭിച്ചത്? നരേന്ദ്രമോദി, നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്കാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഹയസ്റ്റ് സിവിലിയൻ ഹോണർ ദ ഓർഡർ ഓഫ് മെക്കാരിയോസ്. ഈ പേര് നോട്ട് വെക്കുക, ഓർഡർ ഓഫ് മെക്കാരിയോസ് 3. അടുത്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോ വാസ് നെയിംഡ് ഗ്ലോബൽ അംബാസിഡർ ഫോർ ഇ സ്പോർട്സ് വേൾഡ് കപ്പ് 2025. ഓക്കെ, ഈ സ്പോർട്സ് വേൾഡ് കപ്പ് 2025 ഗ്ലോബൽ അംബാസിഡർ, നമ്മൾ കുറച്ച് മുമ്പ് കത്രീന കൈഫിനെ പഠിച്ച പോലെ തന്നെയാണ് ഒരു ഇവന്റ് അല്ലേ വേൾഡ് കപ്പ്. ഈ സ്പോർട്സ് വേൾഡ് കപ്പ് 2025 ആണ്. അതിന്റെ അംബാസിഡർ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇന്തോനേഷ്യൻ ഓപ്പൺ. ഇന്തോനേഷ്യ ബാഡ്മിന്റൺ ടൂർണമെന്റ് ആണ് ഇന്തോനേഷ്യ ഓപ്പൺ. അപ്പൊ ഇന്തോനേഷ്യ ഓപ്പൺ 2025 ഓൺ ചെയ്തിരിക്കുന്നത് ആൻഡേഴ്സ് ആൻഡേഴ്സൺ ആണ്. ആൻഡേഴ്സ് ആൻഡേഴ്സൺ ഫ്രം ഡെൻമാർക്ക്. ഓക്കെ, ആൻഡേഴ്സ് ആൻഡേഴ്സൺ ഫ്രം ഡെൻമാർക്ക് ഓഫ് ഡെൻമാർക്ക്. അതുപോലെ ആൻസിയങ്. ഓക്കെ, സൗത്ത് കൊറിയയിലെ ആൻസിയങ് ആണ് വുമൺസും ഓൺ ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, സ്പോർട്സ് ഇവന്റ് ചോദിക്കുന്നതാണ്. സൗത്ത് കൊറിയ ബാഡ്മിന്റൺ, ക്രിക്കറ്റ്, അതുപോലെ ഫുട്ബോൾ, എല്ലാം സ്പോർട്സ് എന്ന് പറയുന്ന ടൈം തന്നെ കറണ്ട് അഫയേഴ്സിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സൗത്ത് കൊറിയയുടെ ആൻസിയങ് ആണ് വുമൺസ് ഓൺ ചെയ്തിരിക്കുന്നത്. മെൻസിൽ ഓൺ ചെയ്തിരിക്കുന്നത് ഡെൻമാർക്ക് ആൻഡേഴ്സ് ആൻഡേഴ്സ്. ഡെൻമാർക്കിന്റെ ആൻഡേഴ്സ് ആൻഡേഴ്സ് ആണ് മെൻസും ഓൺ ചെയ്തിരിക്കുന്നത് കേട്ടോ. അടുത്ത് കിരൺ റിജിജു ലോഞ്ച് ഉമീദ് പോർട്ടൽ ഫോർ വഖഫ് പ്രോപ്പർട്ടി മാനേജ്മെന്റ്. ഓക്കെ, കിരൺ റിജിജു ആരാണ് ഇത് ലോഞ്ച് ചെയ്ത് ചോദിക്കാം. ഓക്കെ, ഉമീദ് പോർട്ടൽ. അപ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഉമീദ് പോർട്ടൽ എന്ന് പറയുന്നത് കേട്ടോ. വഖഫ് പ്രോപ്പർട്ടി ബന്ധപ്പെട്ടാണ് ഇത്. ഓക്കെ, അടുത്താണ് എ ന്യൂ 800-year-old പാണ്ഡ്യ എറ ശിവ ടെമ്പിൾ നെയ്മഡ് തെന്ന വനിസവരം വാസ് ഡിസ്കവർഡ് ഇൻ തമിഴ്നാട്. ഓക്കെ, തമിഴ്നാട്ടിൽ പുതുതായിട്ട് എന്താണ് ഒരു 800 വർഷം പഴക്കമുള്ള ഓൾഡ് പാണ്ഡ്യ എറ ശിവ ടെമ്പിൾ പുതുതായിട്ട് എന്താണ് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ടുള്ള സൈറ്റുകൾ ഡിസ്കവർ ചെയ്യുമ്പോൾ അത് വരാറുണ്ട് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നോട്ട് ചെയ്ത് പഠിക്കുക. എവിടെയാണ്? തമിഴ്നാട്ടിലാണ് ഈ പുതിയ ന്യൂ ടെമ്പിൾ ഡിസ്കവർ ആയിട്ടിരിക്കുന്നത്. അടുത്ത് അമിത്ഷാ ലോഞ്ച്ഡ് ഭാരതീയ ഭാഷാ അനുഭാഗ് ടു പ്രൊമോട്ട് ഇന്ത്യൻ ലാംഗ്വേജ് ഇൻ ഗവർണേഴ്സ്. ഓക്കെ, ആരാണ്? അമിത്ഷാ ആണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്താണ്? ഭാരതീയ ഭാഷ അനുഭാഗ്. ഇതിനു വേണ്ടിയാണ്? ടു പ്രൊമോട്ട് ഇന്ത്യൻ ലാംഗ്വേജസ് ഇൻ ഗവർണൻസ്. ഇന്ത്യൻ ലാംഗ്വേജിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അമിത്ഷാ ലോഞ്ച് ചെയ്ത ഒരു കാര്യമാണ് ഭാരതീയ ഭാഷ അനുഭാഗ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാം കേട്ടോ. ഓക്കെ, അടുത്താണ് രോഹിണി ഗ്രാമപഞ്ചായത്ത് ഓഫ് മഹാരാഷ്ട്ര വോൺ ഗോൾഡ് ഇൻ നാഷണൽ ഇ ഗവേണൻസ് അവാർഡ്സ് 2025. ഓക്കെ, അതായത് നാഷണൽ ഇ ഗവേണൻസ് അവാർഡ് കൊടുക്കുന്നതിൽ ഏറ്റവും മഹാരാഷ്ട്രയിലെ രോഹിണി ഗ്രാമപഞ്ചായത്താണിത് ഗോൾഡ്. ഓക്കെ, അതൊരു സ്കീമാണ്. അത് ഏറ്റവും നല്ല ബെസ്റ്റ് പഞ്ചായത്ത്, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ നോക്കിയിടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന അവാർഡാണ്. അപ്പോൾ അതിനകത്ത് ഗോൾഡ് അവാർഡ് ലഭിച്ചവരാണ് രോഹിണി ഗ്രാമപഞ്ചായത്തിനാണ്. അപ്പോൾ ഏത് പഞ്ചായത്ത്, അത് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിക്കാം കേട്ടോ. അത് സ്റ്റേറ്റ് ഏതാണ്? സ്റ്റേറ്റ് മഹാരാഷ്ട്ര സ്റ്റേറ്റിലാണ്. മഹാരാഷ്ട്ര സ്റ്റേറ്റിലെ രോഹിണി ഗ്രാമപഞ്ചായത്തിലാണ് ബെസ്റ്റ് നാഷണൽ ഇ ഗവേണൻസ് അവാർഡ് ലഭിച്ചത് കേട്ടോ. അടുത്ത് കുമാർ മംഗളം ബിർള വാസ് ഹോണർ വിത്ത് 2025 US India Strategic Partnership Forum. Okay, Kumar Mangalam Birla. Okay, KM Birla was honored with the 2025 awards ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലോബൽ ലീഡർഷിപ്പ് അവാർഡ് ആണ് ലഭിച്ചവർക്കാണ്. അത് KM ബിർളയ്ക്കാണ് ഈ അവാർഡ് ലഭിച്ചത്. ഇമ്പോർട്ടൻ്റ് നോട്ട് ചെയ്ത് വെക്കാനുള്ള ഈ അവാർഡ്സ് ലഭിക്കാത്ത അപ്പോയിൻമെന്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്ത് അന്നാലേന ബെർബോക്ക് elected as the president of 80th UN General Assembly. ഇമ്പോർട്ടൻ്റ്, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെന്റ് ആണ്. അന്നാലേന ബെർബോക്ക് elected as the president of 80th UN General Assembly. 80th UN General Assemblyയുടെ പ്രസിഡന്റ് ആയിട്ട് ആരെ എലക്ട് ചെയ്തു? അന്നാലേന ബെർബോക്കിനെ എലക്ട് ചെയ്തിട്ടുണ്ട്. നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്
India was elected as president of the International Institute of Administrative Sciences for 2025-2028 team. Okay, India IIAS. അതായത് എല്ലാ വർഷവും നടത്താറുണ്ട്. അതിനകത്ത് ഈ വർഷത്തെ പ്രസിഡന്റ്ഷിപ്പ് ആർക്കാണ്? അത് ഇന്ത്യക്കാണ് ലഭിച്ചിരിക്കുന്നത്. 2025 എല്ലാ വർഷവും സോറി എല്ലാ ടൈമും 2025 മുതൽ 2028 ടൈമിലെ പ്രസിഡന്റ് ആരാണ്? അത് ഇന്ത്യ ആണ്. ഓക്കെ, ഇന്ത്യ ആണിത് 2025 മുതൽ 28 വരെ ഉള്ളത് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ ഈ IASന്റെ ഈ IAS ഫോം ചെയ്തതാണെന്ന് ചോദിക്കും. ഓക്കെ, IAS ഫോം ചെയ്ത് 1930 IIAS ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസ് ഫോം ചെയ്ത് 1913 അത് മാത്രമല്ല ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണെന്ന് ചോദിക്കാം. ഹെഡ് ക്വാർട്ടേഴ്സ് ബ്രസൽസ് ആണ്. ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് ബ്രസൽസ് ആണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. IASന്റെ ഫുൾ ഫോം അതുപോലെ 1930 ഫോം ചെയ്തു തുടങ്ങിയ എക്സ്ട്രാ ഫാക്ട്സും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത് S. Mahendra Dev has been appointed as the chairman of the PM's Economic Advisory Council. ഓക്കെ, അടുത്ത വീണ്ടും നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ്. ആരാണ്? PMന്റെ എക്കണോമിക് അഡ്വൈസറി കൗൺസിലിന്റെ പുതിയ ചെയർമാനായിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തു? S. Mahendra Devനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, S. Mahendra Dev has been appointed as the chairman of PM's Economic Advisory Council. അടുത്ത് Ashwini Lohani has been appointed as the director of the PM Museum and Library. കംപ്ലീറ്റ് അപ്പോയിന്റ്മെന്റ്സ് ആണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അശ്വിനി ലോഹണി ഹാസ് ബീൻ അപ്പോയിന്റഡ് as director of the PM Museum and Library. അതിന്റെ പുതിയ ഡയറക്ടറായിട്ട് അശ്വിനി ലോഹണിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അടുത്താണ് ഫിലിപ്പീൻസ് won the 2025 ഐസ് ഹോക്കി വുമൺസ് ഏഷ്യ കപ്പ്. വീണ്ടും നെക്സ്റ്റ് അടുത്ത സ്പോർട്ട് ഇവന്റ് ആണ്. ഇത് നടന്ന് അവിടെ ചോദിക്കാറുണ്ട്. ഈ ഹോക്കി വുമൺസ് ഏഷ്യ കപ്പ് നടന്നത് UAE ലാട്ടോ, ഹോസ്റ്റ് ചെയ്ത് UAE. ഓക്കെ, UAE ലാണിത് ഇത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഫിലിപ്പീൻസ് ആണിത് ഫസ്റ്റ് പൊസിഷൻ നേടിയത്. ഇന്ത്യക്ക് എത്രാമത്തെ പൊസിഷൻ ആണ്? ഇന്ത്യക്ക് 3rd പൊസിഷൻ ആണിത് ഇതിനകത്ത് ലഭിച്ചത്. അതുപോലെ സെക്കൻഡ് പൊസിഷൻ ആർക്കാന്ന് ചോദിക്കാം കേട്ടോ. സെക്കൻഡ് പൊസിഷൻ ലഭിച്ചത് ഇറാൻ. ഓക്കെ, ഇറാൻ ആണിത് സെക്കൻഡ് പൊസിഷൻ ലഭിച്ചത് ഇറാൻ ആണ്. ഇറാൻ. ഇന്ത്യക്ക് 3rd പൊസിഷൻ ആണ്. സെക്കൻഡ് പൊസിഷൻ ലഭിച്ചത് ഇറാൻ ആണിത് ലഭിച്ചിരിക്കുന്നത്. അടുത്ത് ഹിമാചൽ പ്രദേശ് ലോഞ്ച്ഡ് രാജീവ് ഗാന്ധി വൻ സംവർദ്ധൻ യോജന. ഓക്കെ, രാജീവ് ഗാന്ധി വനം എന്ന് പറഞ്ഞാൽ വൻ സമൃദ്ധി യോജന, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പൊ ഏത് സ്റ്റേറ്റ് ആണ് ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത് ചോദിക്കാം. ടു ബൂസ്റ്റ് ഗ്രീൻ കവർ ആണ്. ഓക്കെ, ടു ബൂസ്റ്റ് ഗ്രീൻ കവർ. ഓക്കെ, ടു ബൂസ്റ്റ് ഗ്രീൻ കവർ. ഇതിന്റെ ഭാഗമായിട്ട് ഹിമാചൽ പ്രദേശ് ലോഞ്ച് ചെയ്താണിത് ഈ രാജീവ് ഗാന്ധി വൻ സംവർദ്ധൻ യോജന എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു നോക്കുക കേട്ടോ. നെക്സ്റ്റ് IPL 2025. ഓക്കെ, എല്ലാ RCB ആരാധകന്മാർക്കുള്ള അല്ലേ, അവരുടെ മനസ്സ് നിറഞ്ഞ ഒരു വർഷമായിരുന്നു IPL 2025 എന്ന് പറയുന്നത് അല്ലേ. നീണ്ട 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ RCBക്ക് കപ്പ് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്തവണത്തെ IPL 2025 ആരാണ് വോൺ ചെയ്തത്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ് വോൺ ചെയ്തത്. RCBയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? ആ സമയത്തെ ക്യാപ്റ്റൻ രജത് പടിദാർ ആണ് ക്യാപ്റ്റൻ. റണ്ണേഴ്സ് അപ്പ് ആയത് പഞ്ചാബ് കിങ്സിനായിരുന്നു. ഓക്കെ, ഒന്നെങ്കിൽ ഫസ്റ്റ് ട്രോഫി ആരെങ്കിലും ഹോൾഡ് ചെയ്തേ, ഒന്നെങ്കിൽ പഞ്ചാബ് അല്ലെങ്കിൽ RCB. അങ്ങനെ RCB കപ്പടിച്ചിരിക്കുകയാണ്. ഫൈനൽ നടന്നത് അഹമ്മദാബാദ്, നമ്മുടെ നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദിലാണ് ഇതിന്റെ ഫൈനൽ നടന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് IPL. നമ്മുടെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് വൺ ഓഫ് ദ മോസ്റ്റ് മേജർ ഇമ്പോർട്ടൻറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് IPL എന്ന് പറയുന്നത്. എല്ലാ വർഷവും കോമ്പറ്റീവ് എക്സാംസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് IPL ൽ നിന്ന്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സ്ട്രാ ഫാക്ട്സ് നോക്കാം. ഓറഞ്ച് ക്യാപ്പ് സായ് സുദർശൻ 759 റൺസോട് കൂടി ഈ ഓറഞ്ച് ക്യാപ്പ് മീൻസ് ഏറ്റവും കൂടുതൽ മോസ്റ്റ് റൺസിന് എടുക്കുന്ന ആൾക്കാണ് ഓറഞ്ച് ക്യാപ്പ് കൊടുക്കുക. അതുപോലെ പർപ്പിൾ ക്യാപ്പ്. ഓക്കെ, പ്രസിദ്ധ് കൃഷ്ണയ്ക്കാണിത് പർപ്പിൾ ക്യാപ്പ് ലഭിച്ചത്. 25 വിക്കറ്റ്സ്. ഓക്കെ, 25 വിക്കറ്റ്സ് നേടി പ്രസിദ്ധ് കൃഷ്ണയാണിത് 25 വിക്കറ്റ്സ് നേടി പർപ്പിൾ ക്യാപ്പ് സ്വന്തമാക്കിയത്. അതുപോലെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ നമ്മുടെ മുംബൈയുടെ സൂര്യകുമാർ യാദവ് ആണ് മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആയി മാറിയത്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റ് ആണ് IPL. ആരാണ് സ്വന്തമാക്കിയത്, അതുപോലെ ബാക്കിയുള്ള ഓറഞ്ച് ക്യാപ്പ്, പർപ്പിൾ ക്യാപ്പ്, അതുപോലെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ, ഇങ്ങനത്തെ എക്സ്ട്രാ കുറച്ച് ഫാക്ട്സ് ഉണ്ടെന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്താണ് ദ 2025 സ്പാനിഷ് ഗ്രാൻഡ് പ്രിക്സ് ലഭിച്ചത്. ഓക്കെ, ഗ്രാൻഡ് പ്രിക്സ് അവാർഡ്സ് നമ്മൾ നോക്കാറുണ്ട്, സ്പോർട്സ് ഇവന്റ് ആണ്. അപ്പോൾ സ്പാനിഷ് ഗ്രാൻഡ് പ്രിക്സ് 2025 ലഭിച്ചത്
ഓസ്കർ പിയാസ്ട്രിക്കാണിത് 2025 ലഭിച്ചിരിക്കുന്നത് കേട്ടോ. അടുത്താണ് ശൈലേഷ് സി മെഹ്ത്ത ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ ചെയർമാൻ ഓഫ് ദ ഫെർട്ടിലൈസർ അസോസിയേഷൻ ഓഫ് ഇന്ത്യ. പുതിയ ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ശൈലേഷ് സി മെഹ്ത്ത. ഇതിന്റെയാണ് ഫെർട്ടിലൈസർ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനായിട്ട് ആരാണ്? ശൈലേഷ് സി മെഹ്ത്ത എന്താണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. അടുത്താണ് ത്രിപുര സ്റ്റേറ്റ് വാസ് ഡിക്ലെയർഡ് ആസ് ദ തേർഡ് ടു അച്ചീവ് ഫുൾ ലിറ്ററസി അണ്ടർ ദ ഉല്ലാസ് സ്കീം. അതായത് ഉല്ലാസ് സ്കീം എന്ന് വെച്ചാൽ 2022 ലോഞ്ച് ചെയ്തൊരു സ്കീമാണിത്. അപ്പോൾ ചോദിക്കാം ഉല്ലാസ് സ്കീം ഏത് വർഷമാണ് ലോഞ്ച് ചെയ്യുന്നത് ചോദിക്കാം. ഉല്ലാസ് സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2022 ഉല്ലാസ് സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഉല്ലാസ് സ്കീമിന് അണ്ടറിൽ ഫുൾ ലിറ്ററസി അച്ചീവ് ചെയ്ത സ്റ്റേറ്റ് എന്ന് ചോദിക്കാം. അത് മിസോറാമാണ്. മിസോറാമാണ് ആദ്യമായിട്ട് ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ അച്ചീവ് ചെയ്ത ഫസ്റ്റ് സ്റ്റേറ്റ്. ഇനി ഈ ഒരു സ്കീമിൽ രണ്ടാമതായിട്ട് ഗോവയാണിത് രണ്ടാമതായിട്ട് ഈ ഫുൾ ലിറ്ററസി അച്ചീവ് ചെയ്ത്. അപ്പോൾ ഈ റീസെന്റ് ആയിട്ട് എന്താണ് തേർഡ് സ്റ്റേറ്റ് ആണെന്നാണ് ത്രിപുര മാറിയിട്ടുണ്ട്. ത്രിപുരയാണ് തേർഡ് സ്റ്റേറ്റ് ടു ഫുൾ ലിറ്ററസി അണ്ടർ ഉല്ലാസ് സ്കീം എന്ന് പറയുന്നത്. അടുത്ത DRDO ഡെവലപ്ഡ് ദ പിനാക്ക മിസൈൽ സിസ്റ്റം. ഓക്കെ, ഏത് ഓർഗനൈസേഷൻ ആണ് ഇത് ഡെവലപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ DRDO ആണിത് ഈ പിനാക്ക മിസൈൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്തെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്താണ് ബീഹാർ സ്റ്റേറ്റ് ഹാസ് അനൗൺസ്ഡ് ഇന്ത്യാസ് ഫസ്റ്റ് വോട്ടിംഗ്. വീണ്ടും ഫസ്റ്റ് വോട്ടിംഗ് ത്രൂ മൊബൈൽ ആപ്പ്. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് വോട്ടിംഗ് എന്ന് പറയുന്നൊരു സ്കീം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ബീഹാർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ത്രൂ മൊബൈൽ ആപ്പ് വഴിയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഡെവലപ്പ് ചെയ്ത് ആരെന്ന് വെച്ചാൽ ഡെവലപ്ഡ് ബൈ CDSC ആണ്. ഡെവലപ്ഡ് ബൈ CDSC ആണിത് ഡെവലപ്പ് ചെയ്യുക. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്. ഓക്കെ, ഇതാണ് CDSC എന്ന് പറയുന്നത്. അപ്പോൾ ഇവരാണ് ഈ ഫസ്റ്റ് വോട്ടിംഗ് എന്ന് പറയുന്ന സിസ്റ്റം എന്താണ് ഇംപ്ലിമെന്റ് ഡെവലപ്പ് ചെയ്തത്. അടുത്ത ഇന്ത്യാസ് ഫസ്റ്റ് അഗ്രി ഡ്രോൺ ഹബ് ഹാസ് ബീൻ ഇനോഗ്രേറ്റഡ് ഇൻ ചെന്നൈ. വീണ്ടും ഇന്ത്യാസ് ഫസ്റ്റ് അഗ്രി ഡ്രോൺ ഹബ് എവിടെ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്? ചെന്നൈയിലാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ആരാണ് ഡെവലപ്പ് ചെയ്തത്? ഡെവലപ്ഡ് ബൈ ഗരുഡ എയറോസ്പേസ് ആണ്. ഡെവലപ്ഡ് ബൈ ഗരുഡ എയറോസ്പേസ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മൾ എക്സ്ട്രാ കുറച്ച് ഫാക്ട്സ് ഒക്കെ നമ്മൾ ഇതിന്റെ കൂടെ ഒന്ന് പഠിച്ചു പോകാം. കാരണം ഏതാ ചോദിക്കുന്നത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അടുത്ത് അരുൺ ശ്രീനിവാസ് ഹാസ് അപ്പോയിന്റഡ് ആസ് മെറ്റാസ് ന്യൂ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഹെഡ് ഫോർ ഇന്ത്യ. വീണ്ടും ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. അരുൺ ശ്രീനിവാസ് ഹാസ് അപ്പോയിന്റഡ് ആസ് ദ മെറ്റാസ് ന്യൂ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഹെഡ് ഫോർ ഇന്ത്യ. ഓക്കെ, അരുൺ ശ്രീനിവാസ്. അടുത്ത് G. Sambat Kumar was appointed as the first Indian managing director of Nippon Co India. വീണ്ടും ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. നിപ്പോണിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആയിട്ട് ആരെ അപ്പോയിന്റ്? G. സമ്പത് കുമാറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത് സോ ജിയാഹി ഹാസ് ബീൻ അപ്പോയിന്റഡ്. വീണ്ടും അപ്പോയിന്റ്മെന്റ് ആണ്. ഹാസ് ബീൻ അപ്പോയിന്റഡ് as the new president of Asian Infrastructure Investment Bank, AIIB. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് ആരാണ്? സോ ജിയായിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോയിന്റ്മെന്റ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്ത നീരജ് ചോപ്ര വോൺ ദ 2025 പാരീസ് ഡയമണ്ട് ലീഗ്. ഓക്കെ, പാരീസ് ഡയമണ്ട് ലീഗ് നീരജ് ചോപ്ര വോൺ ചെയ്തിരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് സ്പോർട്സ് ആണ് നീരജ് ചോപ്ര ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഡയമണ്ട് ലീഗ് ഇത്തവണ വോൺ ചെയ്തായിരിക്കണം. അത് നീരജ് ചോപ്രയാണ് ഇത് വോൺ ചെയ്തിട്ടുള്ളത്. അടുത്ത നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് 2025 ജൂണിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് തീംസ് ആൻഡ് ഡേറ്റ്സ് നമുക്ക് നോക്കാം. വേൾഡ് മിൽക്ക് ഡേ. ഓക്കെ, ജൂൺ എന്ന് വെച്ചാൽ വേൾഡ് മിൽക്ക് ഡേ ആണ്. ഇത്തവണ തീം എന്താണ്? ലെറ്റ്സ് സെലിബ്രേറ്റ് ദ പവർ ഓഫ് ഡയറി. ഓക്കെ, ലെറ്റ്സ് സെലിബ്രേറ്റ് ദ പവർ ഓഫ് ഡയറി ആണ് ജൂൺ 1 വേൾഡ് മിൽക്ക് ഡേയുടെ തീം എന്ന് പറയുന്നത്. അടുത്ത് ജൂൺ 5 നമുക്കറിയാം വേൾഡ് എൻവിറോൺമെന്റ് ഡേ ആണ് ജൂൺ 5 എന്ന് പറയുന്നത്. പുട്ടിംഗ് ആൻ എൻഡ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ. എന്താണ് പുട്ടിംഗ് ആൻ
എൻഡ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ് ദ വേൾഡ് എൻവിറോൺമെന്റ് ഡേയുടെ തീം എന്ന് പറയുന്നത്. അടുത്ത് ജൂൺ 7 വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ആണ്. തീം എന്താ? ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ. ഓക്കെ, ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ ആണ് ഇതിന്റെ തീം എന്ന് പറയുന്നത്. അടുത്ത് ജൂൺ 8 ആണ് വേൾഡ് ഓഷ്യൻസ് ഡേ എന്ന് പറയുന്നത്. ജൂൺ 8 ആണ്. അടുത്ത് വീണ്ടും ജൂൺ 8 വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ എന്താണ്? അതും ജൂൺ 8 തന്നെയാണ്, വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ. അടുത്താണ് ജൂൺ 12 വേൾഡ് ഡേ അഗൈൻസ്റ്റ് ചൈൽഡ് ലേബർ. ജൂൺ 12 വേൾഡ് ഡേ അഗൈൻസ്റ്റ് ചൈൽഡ് ലേബർ. ജൂൺ 14 വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ആണ്. ഓക്കെ, ജൂൺ 14 വേൾഡ് ബ്ലഡ് ഡോണർ ഡേ. അടുത്ത് ജൂൺ 20 വേൾഡ് റെഫ്യൂജി ഡേ ആണ്. ജൂൺ 20 എന്ന് പറയുന്നത് സോളിഡാരിറ്റി വിത്ത് റെഫ്യൂജീസ് ആണ് ഇതിന്റെ തീം എന്ന് പറയുന്നത്, സോളിഡാരിറ്റി വിത്ത് റെഫ്യൂജീസ്. അടുത്ത് ജൂൺ 21 വേൾഡ് മ്യൂസിക് ഡേ ആണ്. ജൂൺ 21 എന്ന് പറയുന്നത്. ജൂൺ 23 ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ. ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ ആണ് ജൂൺ 23 എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജൂണിലെ ഫാക്റ്റുകൾ എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതിൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം ഓക്കെ, നെക്സ്റ്റ് അടുത്ത മാസത്തെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.